വാഗ്ദത്ത ദേശത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള അവസാനത്തെ സ്റ്റെപ്പ് ബാഷാനെയും ദേശത്തെയും, അല്ലെങ്കിൽ ബാഷാന്റെ രാജാവായിരിക്കുന്ന ഓക്കിനെയും അരാമി രാജാവിനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുള്ള അവസാനത്തെ സ്റ്റെപ്പ്. യോർദാൻ കടന്ന് സർവശക്തനായ ദൈവം വാഗ്ദത്തം നൽകിയ വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേൽ ജനങ്ങൾ കടക്കാൻ അനുവദിക്കാതെ വണ്ണം മതിൽ കെട്ടി പട്ടണത്തെ ഉറപ്പിച്ച് സൈന്യത്തെ ആക്കി വെച്ച് തങ്ങളുടെ ഭുജബലം കൊണ്ട്, സൈന്യബലം കൊണ്ട്, അവരുടെ ശാരീരിക ബലം കൊണ്ട് ദൈവജനത്തെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാതെ, വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാതെ, കനാൻ ദേശത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ, കേട്ടത് കണ്ട അവസ്ഥയിൽ സ്റ്റക്കാക്കി നിർത്തത്തക്കവണ്ണ രീതിയിൽ, കണ്ണുകൾ കാണുമ്പോൾ ഭയപ്പെടുന്ന രീതിയിൽ, പറഞ്ഞ ഭാഗം ഒന്നും കൂടെ പറയുന്നു, സ്തോത്രം, കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഭയപ്പെടുന്ന രീതിയിൽ 13 അടി നീളവും 6 അടി വീതിയുമുള്ള കട്ടിലിന്മേൽ, ഇരുമ്പ് കട്ടിലിന്മേൽ കിടക്കുന്ന ഓഗ് രാജാവ്, സ്തോത്രം, ശരീരം കൊണ്ട് വലിയവനാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ, അവന്റെ സൈന്യത്തെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർ മുഴുവൻ വാഗ്ദത്തങ്ങൾ മറക്കും. അവന്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ, ആ സൈന്യത്തിന്റെ ബാഹുല്യത കണ്ടു കഴിഞ്ഞാൽ, ആ സൈന്യം ആയുധമേന്തി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അവൻ വാഗ്ദത്തമുള്ളവൻ പോലും വാഗ്ദത്തം മറക്കും. സ്തോത്രം, ഒരു പക്ഷേ ദൈവത്തെ മറക്കും. ഹൃദയത്തിന്റെ അകത്തലത്തിൽ ഭയമുണ്ടാകാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആ ഓഗിനെയും ബാഷാൻ ദേശത്തെയും കീഴടക്കത്തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിനോട് കൂടെ ചലിക്കാനിടയായി തീർന്നു. സ്വസ്ഥത അനുഭവിക്കത്തില്ലെന്ന്, സമാധാനത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്ന്, വാഗ്ദത്തം അനുഭവിക്കത്തില്ലെന്ന്, വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിന്ന, മതിലുയർത്തി നിന്ന, അടിയുറപ്പുള്ള അല്ലെങ്കിൽ കെട്ടിയുറപ്പിച്ചതായ പട്ടണങ്ങളിൽ സ്തോത്രം ചേർന്ന് നിന്ന കാവൽക്കാരെ പോലെ നിന്ന വാഗ്ദത്തത്തിന് മുൻപിൽ, വാഗ്ദത്തത്തിന്റെ വാതിലിന് മുമ്പിൽ കാവൽക്കാരെ പോലെ നിന്ന ബാഷാനെ കീഴടക്കി. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ വാഗ്ദത്തത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ ഞാനിങ്ങനെ ഒന്നും കൂടെ പറയുന്നു, അതിനെ കീഴടക്കി ബാഷാനെയും ബാഷാൻ രാജാവായ ഓഗിനെയും അരാമി രാജാക്കന്മാരെയും കീഴടക്കി വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേൽ ജനങ്ങളെ സ്വർഗം കടത്തിയതുപോലെ നിനക്ക് മുൻപോട്ട് ചലിക്കാൻ കഴിയത്തില്ലെന്ന്, നിന്നെ വാഗ്ദത്തം അവകാശമാക്കത്തില്ലെന്ന്, നീ അടുത്ത സ്റ്റെപ്പ് വയ്ക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ യാത്രയെ എല്ലാ സമയത്തും അവൻ തടഞ്ഞു നിർത്തുന്ന, നിന്റെ യാത്രയെ എല്ലാ സമയത്തും ബ്ലോക്കാക്കി നിർത്തുന്ന ചിലതിനെ, ചില ബാഷാൻ ശക്തിയെ, ചില അരാമ്യ ശക്തിയെ, ചില ഓഗിന്റെ ശക്തികളെ കീഴടക്കിയിട്ട് അങ്ങനെ തന്നെ പറയുന്നു. ആമൻ പറഞ്ഞു. പ്രഭാതകാലം ഈ വചന സന്ദേശം തുടങ്ങുമ്പോൾ ചലിക്കാൻ കഴിയാതെ വണ്ണം, മൂവ് ചെയ്യാൻ കഴിയാതെ വണ്ണം, യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തം അനുഭവിക്കത്തില്ലെന്ന്, സ്വസ്ഥത അനുഭവിക്കത്തില്ലെന്ന്, പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് ദൈവം എൻ്റെ കാഴ്ചപ്പാടിൽ പറയാം, എൻ്റെ ഒരു പ്രസംഗ രീതിയിൽ പറയാം. ദൈവം എഴുതി നൽകിയ പ്രമാണത്തെ അവൻ ജീവിതത്തിൽ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ്, സ്തോത്രം, ആ വാതിലിന് മുമ്പിൽ, സ്തോത്രം, ആ കനാൻ ദേശത്തിന്റെ വാതിലിന് മുൻപിൽ, ആ വാഗ്ദത്ത ദേശത്തിന്റെ വാതിലിന് മുമ്പിൽ അടിയുറച്ചു നിന്ന ബാഷാനെയും, സ്തോത്രം, ഹല്ലേലൂയ, അരാമിരെയും തന്റെ സാന്നിധ്യം കൊണ്ട്, തന്റെ ആത്മാവ് കൊണ്ട് കീഴടക്കിയിട്ട് അവരെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് പ്രഭാതകാലം നാം ആരാധിക്കുന്നത്, നാം വിളിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നീ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്ന നാളുകൾ ഒട്ടും വിദൂരമല്ല. അതേ സ്തോത്രം. ഗീതാ കുഞ്ഞുമോൻ, സ്തോത്രം, ബീന സിസ്റ്ററെ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം. ഷൈന സിസ്റ്ററെ, സ്തോത്രം, സിസ്റ്റർ, സ്തോത്രം, ഇന്ന് പ്രഭാതകാലം പ്രാർത്ഥിച്ചു. നീ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്ന നാൾ ഒട്ടും വിദൂരം അല്ല. ബാഷാനെയും ബാഷാൻ രാജാവിനെയും കീഴടക്കിയിട്ട്, അരാം രാജാവിനെയും കീഴടക്കിയിട്ട് ദൈവം വാഗ്ദത്തം നൽകിയ ദേശത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഇസ്രായേലിന്റെ കാലിനെ സ്വർഗം ബലപ്പെടുത്തിയെങ്കിൽ, സ്തോത്രം, നിനക്ക് മുൻപിൽ നിൽക്കുന്ന സകലത്തെയും കീഴടക്കത്തക്കവണ്ണമുള്ള ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം, ഒരു അധികാരം ഇന്ന് പ്രഭാതകാലം ഈ ഓൺലൈൻ സർവീസിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, നിന്റെ മുമ്പിൽ അവൻ ഓപ്പൺ ചെയ്തു തരുവാൻ, നിന്റെ മേൽ കൈ
കൈമാറ്റം ചെയ്യുവാൻ സ്തോത്രം ഒരു ദാവീദിന് മേൽ തൈലക്കൊമ്പ് ചലിച്ചതുപോലെ സ്തോത്രം ഒരു ശമൂവേലിന് മേൽ അഭിഷേകം ചലിച്ചതുപോലെ ഒരു സ്തോത്രം ശിംശോന് മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ നിനക്ക് മുൻപിൽ നിൽക്കുന്ന ചിലതിനെ കീഴടക്കാൻ ഒരിക്കലും വഴിമാറി തരികയില്ലെന്ന്, ഒരിക്കലും സ്തോത്രം നിനക്ക് മുൻപോട്ട് പോകാൻ, നമ്മെ മുൻപോട്ട് പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് അടിയുറച്ച് അടിസ്ഥാനമിട്ട് എഴുന്നേറ്റു നിൽക്കുന്ന ഉറപ്പുള്ള ചിലതിനെ പണിതെഴുന്നേറ്റു നിൽക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഈ വചനം ഞാൻ പറയുമ്പോൾ കീഴടക്കത്തക്കവണ്ണം കീഴടക്കുവാനുള്ള അനോയിന്റിങ്, കീഴടക്കുവാനുള്ള ഒരു അഭിഷേകം, കീഴടക്കുവാനുള്ള ഒരു അധികാരം ഈ പ്രഭാതകാലം കർത്താവ് നമുക്ക് കൈമാറുവാൻ വേണ്ടി പോകുന്നു. അതെ, ഒരു ഭാഗം നാം കേട്ടു. യോർദാന്റെ മറുകരയിൽ ഒരു ഭാഗത്ത് ബാഷാൻ നിൽക്കുകയാണ്, മറുഭാഗത്ത് അരാമ്യ ദേശക്കാർ നിൽക്കുകയാണ്, അരാമ്യർ നിൽക്കുകയാണ്. അവൻ ഇസ്രായേൽ ജനം അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ സാന്നിധ്യം കൊണ്ട് യഹോവയായ ദൈവം അവരെ നിറച്ചിട്ട് ആദ്യം അരാമ്യരെ കീഴടക്കി, അതിനുശേഷം ബാഷാനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കീഴടക്കി. ആ ഭാഗം ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. നോക്ക്, അവരുടെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കീഴടക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ശാരീരിക വലിപ്പമുള്ളവർ, കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അസാധ്യമായി കൺമുമ്പിൽ നിൽക്കുന്ന ശക്തരായ മല്ലന്മാർ. സ്തോത്രം 12 പേർ അതേ ഒളിച്ചിരുന്ന് ആ വാഗ്ദത്ത ദേശത്തെ കാണുവാനായിട്ട് കടന്നു പോയപ്പോൾ സ്തോത്രം 10 പേരും പറഞ്ഞത് ആ ദേശത്തിലുള്ള വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ്. അവരുടെ കണ്ണിനും അങ്ങനെ തന്നെയായിരുന്നു, അവരുടെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയായിരുന്നു. 2 പേർക്ക് മാറി നിന്ന് പറയാൻ ചിലതുണ്ട് കേട്ടോ. സ്തോത്രം, അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, അവരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ്, അവരുടെ ഉള്ളിൽ ചലിക്കുന്ന അഭിഷേകം വ്യത്യസ്തമാണ്. 11 പേർക്കുള്ളതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടല്ല അവരാരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവർക്കുള്ളത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 10 പേർ കണ്ടതുപോലെയല്ല ആ വാഗ്ദത്ത ദേശത്തെ 2 പേർ കാണുന്നത്. 10 പേർ പറയുന്നത് പോലെയല്ല ആ വാഗ്ദത്ത ദേശത്തിലെ വെല്ലുവിളികളെ ഇവർ പറയുന്നത്. ഇന്ന് പകലിൽ എന്നെ സ്തോത്രം കേൾക്കുന്ന ക്രിസ്തുവരന്റെ സഹോദരങ്ങളെ, നാം നമുക്ക് മുൻപിൽ നിൽക്കുന്ന സ്തോത്രം പ്രതികൂലത്തെ വെല്ലുവിളികളെ എത്രത്തോളം വലുതായി ചിത്രീകരിക്കുന്നുവോ അത്രത്തോളം പ്രയാസകരമായി തോന്നും നമുക്ക് നമ്മുടെ വിടുതലുകൾ. നമ്മൾക്ക് മുൻപോട്ട് ചലിക്കാനുള്ള, നമുക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന വഴികൾ മനസ്സിലാക്കുക. നമുക്ക് മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെ എത്രത്തോളം വലിപ്പത്തോടെ നാം കാണുന്നുവോ, നാം അതിനെ കാണുന്ന കാഴ്ചപ്പാട് എങ്ങനെയാണോ സ്തോത്രം എത്രത്തോളം വലിപ്പമായി കാണുന്നുവോ അത്രത്തോളം പ്രയാസകരമായിരിക്കും നമുക്ക് മുൻപിൽ വെളിപ്പെടാനിരിക്കുന്ന വിടുതലുകളും. ഇന്ന് പ്രഭാതകാലം ഈ തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെ വലിപ്പമുള്ളതായി കാണാതെ, സ്തോത്രം അനാക്യ മല്ലന്മാരെ വലിപ്പമുള്ളതായി കാണാതെ, സ്തോത്രം ഓഗിനെ വലിപ്പമുള്ളതായി കാണാതെ, സ്തോത്രം അവരെയൊക്കെ ഒറ്റ വാക്കിനാൽ സ്തോത്രം സൃഷ്ടിച്ചവനായ അവരെയൊക്കെ സ്തോത്രം തന്റെ സ്വന്തം ഇംഗിത പ്രകാരം ഇഷ്ടപ്രകാരം ചലിപ്പിക്കുവാൻ കഴിയുന്നവനായ ദൈവത്തെ വലുതായിട്ട് കാണുക. സ്തോത്രം അനാക്യമല്ലന്മാരെ വലുതായിട്ട് കാണാനല്ല സ്തോത്രം ആ 2 സ്തോത്രം അഭിഷക്തന്മാർ ശ്രമിക്കാനിടയായി തീർന്നത്. ബാഷാനെ വലുതായിട്ട് കാണാനല്ല, ഓഗിനെ വലുതായിട്ട് കാണാനല്ല, കനാൻ ദേശത്തിലുള്ള 15 ജാതികളെ വലുതായിട്ട് കാണാനല്ല, ഫെലിസ്ത്യരെ വലുതായി കനാൻ ദേശത്തിൽ അധിവസിക്കുന്ന ഫെലിസ്ത്യരെ വലുതായിട്ട് കാണാനല്ല, പച്ചമരത്തിനു കീഴിൽ അവർ കരം കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ആ അശേര പ്രതിഷ്ഠയുണ്ടല്ലോ, കടുന്തൂക്കുള്ള മലമുകളിൽ അവർ കരം കൊണ്ട് സ്ഥാപിതമാക്കി നിർമ്മിച്ചു വെച്ച ആ ബാലിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഉറപ്പുള്ള പട്ടണങ്ങളിൽ ഓരോ ഭാഗത്തും സ്തോത്രം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ഓരോ ഭാഗത്തും ഓരോ ചെറിയ കൂടാരം നിർമ്മിച്ചുകൊണ്ട് അതേ സ്തോത്രം ആ കനാനിന്റെ മണ്ണിൽ അവർ സ്ഥാപിതമാക്കിയ അവരുടെ സ്തോത്രം വിഗ്രഹങ്ങളെ ഭയപ്പെടുവാനല്ല അവയെ വലുതാക്കി കാണുവാനല്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, പച്ചമരത്തിന് കീഴെ ഇരിക്കുന്നതിനെ നീ ഭയപ്പെടേണ്ട, കടുന്തൂക്കുള്ള മലമുകളിൽ ഇരിക്കുന്നതിനെ നീ ഭയപ്പെടേണ്ട. സ്തോത്രം ഉറപ്പുള്ള പട്ടണങ്ങളുടെ ഓരോ ഭാഗത്തിലും നിന്റെ ഭവനത്തിന്റെ ഇടതും വലതും മുൻപും പിൻപും ഇരിക്കുന്ന യാതൊരു മാനുഷിക സൃഷ്ടികളെയും ഭയപ്പെടേണ്ട. ഇന്ന് പകലിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ അകത്തലത്തിൽ ഇരിക്കുന്നവൻ അവരുടെ കൂടെയുള്ളവനേക്കാൾ വലിയവൻ. യേശുവിന്റെ നാമത്തിൽ കാഴ്ചപ്പാടുകൾ മാറട്ടെ. മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെ വലുതായിട്ട് കാണാതെ നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ വലുതായിട്ട് കാണുക. ഈ പ്രഭാതകാലം സ്തോത്രം അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെ
പ്രതികൂലത്തെ കാണാതെ നിന്റെ അകത്തളത്തിലിരിക്കുന്ന ദൈവത്തെ വലുതായിട്ട് കാണുക. മുൻപിൽ ചലിക്കുന്ന പ്രതിസന്ധിയെ കാണാതെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പത്തെ കാണുക. യേശുവിന്റെ നാമത്തിൽ അകത്തളത്തിൽ ചലിക്കുന്ന അഭിഷേകം, വ്യൂ പോയിന്റുകൾ, കാഴ്ചപ്പാടുകൾ ഇന്ന് പ്രഭാതകാലം ചിലർ മാറുക. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ കാഴ്ചപ്പാടുകൾ സ്വർഗം മാറ്റുവാൻ വേണ്ടി പോകുക. കാഴ്ചപ്പാടുകൾ, പ്രതികൂലത്തെ ഇന്നലെ പ്രഭാതകാലം വരെ കണ്ട് സ്തോത്രം നീ വിധിയെഴുതിയ കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാട് ഈ പ്രഭാതകാലം മാറുക. ചിലരുടെ സംസാര രീതിയെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്താൽ ഇന്ന് സ്വർഗം മാറ്റുക. അതേ രാഗി സുശ്രേ, അതേ സ്തോത്രം ഗോഡ് ചൈൽഡ്, ഇന്ന് പ്രഭാതകാലം അങ്ങനെ ഒരു അനോയിന്റിങ്, ആ രീതിയിൽ നിനക്ക് ചേഞ്ച് സംഭവിക്കുക. നിന്റെ വ്യക്തിത്വത്തിന് ചേഞ്ച് സംഭവിക്കുക. അതെ ജിജോ മാത്യു അതെ ഇന്ന് പകൽ ആ രീതിയിൽ ഇന്നലെ വരെ അരാമിനെ കണ്ട് സംസാരിച്ചതുപോലെയല്ല, ഇന്നലെ വരെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കണ്ട് സംസാരിച്ചതുപോലെയല്ല, ഇന്നലെ വരെ ആ പൈശാചിക മേഖലയെ നോക്കി, ആ സ്റ്റക്കായി നിൽക്കുന്ന മേഖലയെ നോക്കി സംസാരിച്ചതുപോലെയല്ല. ഇന്ന് പ്രഭാതകാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സംസാര വാക്കുകൾക്ക് യേശുവിന്റെ നാമത്തിൽ ചേഞ്ച് ആകുക. വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ചേഞ്ച് ആകുകയാ. കാഴ്ചപ്പാട് യേശുവിന്റെ നാമത്തിൽ ചേഞ്ച് ആകുക. നിന്റെ ഉള്ളിലുള്ള അഭിഷേകത്തിന്റെ വലിപ്പം ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ നീ അതിന്റെ ഡെപ്തിനെ നീ തിരിച്ചറിയുന്ന പകല. അതേ ഷാലി സിസ്റ്ററെ, അതേ സ്തോത്രം ഗീതാ കുഞ്ഞുമോൻ, അതേ ഗോഡ് ചൈൽഡ്, ഇന്ന് പ്രഭാതകാലം ആ രീതിയിലൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് സ്തോത്രം എക്സ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. നോക്കാം, ബാഷാനെ കുറിച്ച് ഇന്നലെ പ്രഭാതകാലം നമ്മൾ കേട്ടു. അതെ, ബാഷാൻ ശക്തമായിട്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ വണ്ണം ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ തിരുവചനം പറയുന്നു സ്തോത്രം ബാഷാൻ മോശയുടെ മുമ്പിൽ സർവശക്തനായ ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയിട്ട് മോശയോട് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ബാഷാൻ ദേശത്തെ കണ്ട് നീ മോശയെ ഭയപ്പെടരുത്, അവിടെ നിൽക്കുന്ന രാജാവായിരിക്കുന്ന ഓഗിനെ കണ്ട് നീ ഭയപ്പെടരുത്, അവന്റെ കട്ടിലിനെ കണ്ട് നീ ഭയപ്പെടരുത്. ഇരുമ്പ് കട്ടിലാണ് കേട്ടോ, സ്തോത്രം 13 അടി നീളമുണ്ട്, 6 അടി വീതി അതിനുണ്ട്. എന്നാൽ അതിന്റെ വലിപ്പവും നീളവും വീതിയും വ്യാപ്തിയും കണ്ട് നീ ഭയപ്പെടരുത്. അരാമ്യരെ എങ്ങനെ നിന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിച്ചോ, ഇന്നലെ നീ എങ്ങനെ ജയിച്ചോ, ഇന്നലെ നീ അതിനെ എങ്ങനെ കീഴടക്കിയോ, ഇതിനെയും നീ കീഴടക്കും. ഇന്ന് പകൽ വിശ്വസിച്ചോ. സ്തോത്രം. ചിലതിനെയൊക്കെ പാസ്റ്റർ ജയിക്കാൻ കഴിയും, എന്നാൽ ചിലതിനെയൊക്കെ ജയിക്കാൻ കഴിയുന്നില്ല. ചില പ്രതിസന്ധിയെ ജയിക്കാൻ കഴിയും, ചില പ്രതിസന്ധിയെ ബ്രദറെ ജയിക്കാൻ കഴിയുന്നില്ല. ചില ബലഹീനതകളെ എനിക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട്, ചില പാപത്തെ എനിക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട്, ചില അഡിക്ഷനെ എനിക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ ചിലതിനെ ജയിക്കാൻ കഴിയുന്നില്ല. ഈ പ്രഭാതകാലം എനിക്കറിയത്തില്ല, കർത്താവിന്റെ വചനം അങ്ങനെ തന്നെ സംസാരിക്കുന്നു. ചിലതിനെ ഇന്നലകളിൽ നീ ജയിച്ച ചിലതുണ്ടല്ലോ, ജയിച്ച ചിലത്, അതിനെ ജയിച്ചതുപോലെ നിനക്ക് ജയിക്കാൻ കഴിയാത്ത പലതിനെയും ഈ പ്രഭാതകാലം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരാമിനെ ജയിച്ചതുപോലെ മോശയെ അഭിഷേകത്തിന്റെ നിറമിൽ നീ ഓഗിനെ ജയിക്കും, ഓഗിനെ കീഴടക്കാൻ ഇടയായിട്ടിനും പറഞ്ഞ് വന്നതൂത് ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു. അവന്റെ വലിപ്പം കണ്ടിട്ട്, ഭുജബലം കണ്ടിട്ട്, സൈന്യബലം കണ്ടിട്ട് നീ പതരരുത്. നിന്റെ ഹൃദയത്തിൽ ശങ്കയുണ്ടാകരുത്. അവനേക്കാൾ വലിയവനായൊരു ദൈവം നിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്ന്, അവനേക്കാൾ വലിയവനായൊരു ദൈവമാണ് നിന്നെ ഈ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിച്ചതെന്ന്, നിന്നെ ഈ വിശ്വാസത്തിലേക്ക് അവൻ വിളിച്ചിറക്കിയതെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ പ്രഭാതകാലം നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു റെവലേഷൻ കയറി കഴിഞ്ഞാൽ, ജീസസ് ഇന്ന് പ്രഭാതകാലം അങ്ങനെ ഒരു റെവലേഷൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്ന് തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള ദേശത്തിലൊക്കെയും ആൾക്കാരെ അയച്ചു. അവിടെ ഉണ്ടായിരുന്ന സകല രോഗികളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജനത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ലെന്ന്. സ്തോത്രം. നീ ആരാധിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, കർത്താവ് ആരെന്നുള്ളൊരു തിരിച്ചറിവുള്ളിൽ കയറി കഴിഞ്ഞാൽ, ഈ യഹോവയായ ദൈവം ആരെന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ബലപ്പെടാനിടയായിത്തീരും. അസാധാരണമായ രീതിയിൽ സ്തോത്രം പ്രവർത്തിപ്പാൻ സ്വർഗം നമ്മളെ ബലപ്പെടുത്താനിടയായിത്തീരും. അപ്പോൾ നോക്കാം, ഓഗിനെ അവർ കീഴടക്കാനിടയായിത്തീർന്നു. മീഖാ പ്രവചനം 7-ന്റെ സ്തോത്രം 15-ലേക്ക് കടന്നു വരിക, 14-ലേക്ക് കടന്നു വരിക. ബാഷാൻ ദേശത്തെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായിത്തീർന്നു. ഇസ്രായേൽ ജനങ്ങൾ പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ. അത് അന്ന് ആ പണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഉണ്ടല്ലോ, പുരാതന കാലത്ത് സ്തോത്രം എന്ന പോലെ അവർ ബാഷാനിലും
ഗിലയാദിലും മേഞ്ഞു നടക്കട്ടെ. പുരാതന കാലത്തെന്ന പോലെ അവർ ബാശാനിലും ഗിലയാദിലും മേഞ്ഞു നടക്കട്ടെ. അർത്ഥം, പണ്ട് പൂർവ്വപിതാക്കന്മാരെ നിന്റെ കോൽ കൊണ്ട് മേയിച്ച് യഹോവയായ ദൈവമേ നീ നടത്തിയില്ലേ? പുരാതന കാലത്ത് അവരെ നടത്തിയില്ലേ? ബാശാനിൽ നീ നടത്തിയില്ലേ? ഗിലയാദിൽ നീ നടത്തിയില്ലേ? അതുപോലെ the same way അത്ഭുതങ്ങളായും അടയാളങ്ങളായിട്ടും 7:15 മീഖ 7:15 പറയുന്നു, അതെ, ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ആ പണ്ടത്തെ കാലത്തെ പോലെ പൂർവ്വപിതാക്കന്മാരെ ചലിപ്പിച്ചതുപോലെ ഇവനെ ഞാൻ ബാശാനിലും ഗിലയാദിലും ചലിപ്പിക്കാനിടയായിത്തീരും. ബാശാനെ കുറിച്ച് നാം കേൾക്കാനിടയായിത്തീർന്നു. ഈ പ്രഭാതകാലം ഗിലയാദിനെ കുറിച്ച് 1-2 സ്തോത്ര ഭാഗം കൂടെ പറയുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുക. നോക്കാം, ഗിലയാദ് എന്ന പേരിന്റെ അർത്ഥം കടുപ്പം ഉള്ളത് എന്നാണ്. കടുപ്പമുള്ളത് ഒരു രീതിയിലും സ്തോത്രം വിതച്ചു കഴിഞ്ഞാൽ വിത്തുമുളയ്ക്കാത്ത രീതിയിൽ, ഒരു രീതിയിലും നന്മ കാണാത്ത രീതിയിൽ, ഒരു രീതിയിലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ എത്ര തന്നെ മഴ പെയ്താലും, എത്ര തന്നെ സ്തോത്രം അവൻ ഉഴുതു മറിക്കാൻ ശ്രമിച്ചാലും അവൻ ചലിക്കത്തില്ല, മാറത്തില്ല, നന്മ തരത്തില്ലെന്ന് പറഞ്ഞ കടുപ്പമുള്ള രീതിയിൽ നിൽക്കുന്നതൊന്നും യേശുവിന്റെ നാമത്തിൽ കടുപ്പമുള്ളതെന്ന ഗിലയാദിന്റെ അർത്ഥം ആദ്യമായിട്ട് ഗിലയാദ് എന്ന ഭാഗത്തെ തിരുവചനത്തിൽ എഴുതി കുറിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കേട്ടോ. നോക്ക്, 20 വർഷക്കാലം നീണ്ട 20 വർഷക്കാലം അവൻ ദൈവത്തിന്റെ വചനം പറയുക, ലാബാന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ, ലാബാന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ അമിശ്വത്രം ഒരുവൻ ജോലി ചെയ്യുക. യാക്കോബ് എന്ന അവന്റെ പേര്. 20 വർഷക്കാലം അവൻ 20 വർഷക്കാലം ജോലി ചെയ്ത അവൻ യാക്കോബ് ഒരു പ്രഭാതകാലം തനിക്ക് തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു പോകണമെന്ന്. മതി, അവൻ ഇത്രത്തോളം അധ്വാനിച്ചത് മതി, ഇത്രത്തോളം വേദന അനുഭവിച്ചത് മതി, ഇത്രത്തോളം ഈ ദേശത്തിൽ നിന്നത് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അമിശ്വത്രം സ്വന്തം ദേശത്തിലേക്ക് കടന്നു പോകുവാൻ തീരുമാനമെടുത്ത് 2 ഭാര്യയുമായിട്ട് യാത്ര തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം. എന്നാൽ സ്തോത്രം, ഈ ഒരു പ്രദേശത്തിൽ നിന്ന്, ലാബാന്റെ ഭവനത്തിൽ നിന്ന് സ്തോത്രം യാത്ര തിരിച്ചതായ യാക്കോബിന്റെ പിന്നാലെ ഇതാ ലാബാൻ ചലിക്കുകയാണ്. അവന്റെ ഗ്രഹബിംബങ്ങളെ അവൻ യാക്കോബിന്റെ ഭാര്യയെടുത്ത് ഭണ്ഡാരത്തിന്റെ അകത്തളത്തിൽ വെച്ച കാര്യം യാക്കോബ് തിരിച്ചറിഞ്ഞില്ല. ആ ഗ്രഹബിംബങ്ങൾ ആരുടെ കരത്തിലാണോ ഇരിക്കുന്നത് അവരാണ് തുടർന്ന് അവൻ അവകാശിയായി മാറ്റപ്പെടുവാൻ വേണ്ടി പോകുന്നത്, തുടർന്ന് ആ ഭവനത്തെ നയിക്കുവാൻ വേണ്ടി പോകുന്നത്, ആ ഭവനത്തിന്റെ സകലവിധ സ്വത്തിനും അവകാശികളായി മാറുവാൻ പോകുന്നതെന്നൊരു ചരിത്രം അവൻ പറയുന്നുണ്ട്. ഈ ഗ്രഹബിംബങ്ങളെയാണ് നമ്മുടെ അമ്മച്ചി അടിച്ചു മാറ്റി അപ്പന്റെ കരത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് തന്റെ ഭണ്ഡാരത്തിന്റെ അകത്തളത്തിൽ ഒളിപ്പിച്ചു വെക്കാനിടയായിത്തീർന്നത്. ഇതുമായിട്ടാണ് ഇവർ യാത്ര തിരിക്കാനിടയായിത്തീർന്നത്. ഇപ്പോൾ യാക്കോബ് യാത്ര തിരിക്കുകയാണ്. ഇവൻ സ്തോത്രം ഒരു രാത്രികാലം കൂടാരത്തിന്റെ അകത്തളത്തിൽ നിന്നും തന്റെ കുടുംബവുമായിട്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് കേട്ട് ലാബാൻ ഇവന്റെ പിന്നാലെ ചലിക്കുകയാണ്. സ്തോത്രം, ലാബാൻ ഇവന്റെ പിന്നാലെ ചലിച്ച് ഗിലയാദ് എന്ന പ്രദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ, തിരുവചനം ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം. നോക്കാം, ഗിലയാദ് എന്ന പ്രദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ലാബാൻ യാക്കോബിനെ കണ്ടുമുട്ടുകയാണ്. സ്തോത്രം, ഇവിടെ വെച്ച് അവർ വലിയ രീതിയിൽ സംഭാഷണം ഉണ്ടാകുകയാണ്. എൻ്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ നിന്ന് എൻ്റെ തലമുറകൾക്കൊരു ചുംബനം പോലും കൊടുക്കാൻ കഴിയാതെ വണ്ണം നീ അവരെ എന്നിൽ നിന്ന് വേർതിരിക്കാൻ ഇടയായി തീർന്നു. എന്നിൽ നിന്ന് അവരെ നീ അകറ്റിക്കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ആമേൻ. അത് മാത്രമല്ല, എൻ്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ ഉണ്ടായിരുന്ന ഗ്രഹബിംബങ്ങളെയും കൂടെ നീ എടുത്തുകൊണ്ടു പോകാൻ ഇടയായി തീർന്നു. ഈ പാവം പിടിച്ച ഈ അപ്പച്ചന്, യാക്കോബ് അപ്പച്ചന്, സ്തോത്രം, സത്യം പറഞ്ഞാൽ അറിയത്തില്ല തൻ്റെ ഭാര്യ തൻ്റെ അമിഷ്ടോദർ ഭാണ്ഡക്കെട്ടിന്റെ അകത്തളത്തിൽ അപ്പനറിയാതെ, ആരും അറിയാതെ ഗ്രഹബിംബങ്ങളെ എടുത്തൊളിപ്പിച്ച കാര്യം. സ്തോത്രം, ആമൻ. അദ്ദേഹം അറിയാതെ ഇരിക്കുമ്പോൾ, അറിയാതെ തൻ്റെ മേൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരാരോപണം തൻ്റെ മേൽ വരികയാണ്. എൻ്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ നിന്നും സ്തോത്രം ഗ്രഹബിംബങ്ങളെ സ്തോത്രം നീ മോഷ്ടിക്കാനിടയായി തീർന്നു. യാക്കോബ് അപ്പച്ചൻ പറയുന്നു, ഞാൻ അത് എടുത്തിട്ടില്ല. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അത് എടുത്തിട്ടുണ്ടെങ്കിൽ സ്തോത്രം അവൻ മരണയോഗ്യനാണെന്ന് പറഞ്ഞ് സ്തോത്രം ഇവിടെ സംഭാഷണം തുടങ്ങുകയാണ്. ഇവിടെയാണ് സ്തോത്രം അവൻ ആദ്യമായിട്ട് പ്രാരംഭമായിട്ട് ഗിലയാദ് എന്ന പ്രദേശത്തെ കുറിച്ച് തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തിരുവചനത്തിൽ എഴുതി കുറിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം. ഇപ്പോൾ ഈ സംഭാഷണം മുൻപോട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം യാക്കോബ് അപ്പച്ചൻ ഇതാ ലാബാനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ, നീണ്ട 20 വർഷക്കാലം ഞാൻ നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം ശ്രദ്ധിക്കുക, 38 വാക്യം മുതൽ 31-38 ആ ഭാഗം ഒന്ന് വായിച്ചു മുൻപോട്ട് പോകാൻ ഞാൻ
ആഗ്രഹിക്കുന്നു. നോക്കാം, ഉൽപ്പത്തി പുസ്തകം 31-38. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ ചെമ്മരിയാടുകൾ കോലാടുകൾ ചനനാശം വന്നിട്ടില്ല. അതെ, നിന്റെ കൂടാരത്തിൽ ആട്ടുകോറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. അടുത്ത ഭാഗം, പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. അടുത്ത ഭാഗം, ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത, ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. അടുത്ത ഭാഗം വളരെ ശ്രദ്ധിക്കുക. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. എൻ്റെ കണ്ണിന് ഉറക്കം ഇല്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കും, 6 സംവത്സരം നിന്റെ ആട്ടിൻ കൂട്ടത്തിനുമായി ഞാൻ നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. ആ ഭാഗം അവിടെ അങ്ങ് നിർത്തുകയാണ്. സ്തോത്രം. വായിച്ചു കഴിഞ്ഞാൽ വായിച്ചു പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. നോക്കാം, അവൻ 20 വർഷക്കാലം നിന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ ലാബാനെ ഞാൻ ആയിരുന്നു. സ്തോത്രം. നിന്റെ മക്കൾക്ക് ഒരു ഭർത്താവായിട്ടാണ് ഞാൻ ആ കൂടാരത്തിലായിരുന്നത്. അതായത് സ്തോത്രം, മരുമകനായിട്ട്, നിനക്ക് മരുമകനായിട്ടാണ് ഞാൻ ആ കൂടാരത്തിന്റെ അകത്തളത്തിലായിരുന്നത്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലല്ല നിന്റെ ബിസിനസ് പച്ച പിടിക്കുവാൻ വേണ്ടി, നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിനക്കുണ്ടായിരുന്ന സകല നന്മകളും ഫലപുഷ്ടമാകുവാൻ വേണ്ടി എൻ്റെ നല്ല കാലം മുഴുവൻ, നീണ്ട 20 വർഷം എന്ന് പറയുമ്പോൾ നല്ല യൗവനകാലം മുഴുവൻ, സ്തോത്രം, എൻ്റെ ഭാര്യ ഭർത്താവിന് വേണ്ടി, എൻ്റെ സ്തോത്രം ഭാര്യയ്ക്ക് വേണ്ടി, ആ ദേശത്തിൽ നിന്റെ മണ്ണിൽ നിന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ ഒരു അടിമയെ പോലെ, അങ്ങനെ വേണം പറയാൻ, പകൽ വെയിൽ കൊണ്ട് ഞാൻ ക്ഷയിച്ചു പോയി. രാത്രിയിൽ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമില്ലായിരുന്നു എന്ന് യാക്കോബപ്പച്ചൻ പറയുമ്പോൾ ആ 20 വർഷം അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. സ്തോത്രം. അവൻ വിവാഹം കഴിച്ച വീടിന്റെ അകത്തളത്തിൽ താൻ ആയിരിക്കുമ്പോൾ നേരിടുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അവൻ ഭാര്യ വീട്ടിൽ താൻ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം താൻ വിവാഹം കഴിച്ച സ്തോത്രം ജീവിതം മുൻപോട്ട് നയിക്കാൻ ആഗ്രഹിച്ച ആ കൂടാരത്തിന്റെ അകത്തളത്തിൽ താൻ ആയിരിക്കുകയാണ്. സ്വന്തമാണെന്നല്ലേ കാണേണ്ടത്, സ്വന്തമാണെന്നല്ലേ കരുതേണ്ടത്. എന്നാൽ ഈ ഭാര്യ വീട്ടിൽ ഇവൻ ആയിരിക്കുമ്പോഴും ഈ ഭവനക്കാർ പറയുന്നത്, നീ തൊടുന്നതിനെല്ലാം കണക്ക് വെക്കണം. സ്തോത്രം. നീ ആടിനെ തൊട്ട് കഴിഞ്ഞാൽ അതിനൊരു കണക്ക് വേണം. സ്തോത്രം. നീ മാടിനെ തൊട്ട് കഴിഞ്ഞാൽ അതിനൊരു കണക്ക് വേണം. നീ എന്തെടുത്താലും അതിനൊരു കണക്ക് വേണം. കഴിക്കുന്ന ഭക്ഷണത്തിന് കണക്ക് വേണം. എടുക്കുന്ന വസ്ത്രത്തിന് കണക്ക് വേണം. സ്തോത്രം. നീ എന്ത് ചെയ്താലും എന്ത് തൊട്ടാലും അതിന്റെ മേലൊരു കണക്ക് വേണം. യേശുവിന്റെ നാമത്തിൽ. ഒരുപക്ഷെ ഭാര്യ ഭവനത്തിലായിരിക്കാം, ഒരുപക്ഷെ ഭർത്തൃഭവനത്തിലായിരിക്കാം. സ്വന്തമാണെന്ന് കാണേണ്ട പലരും സ്തോത്രം നിന്റെ മുഖം നോക്കി പലതിനും നിന്നോട് കണക്ക് ചൊല്ലിയ ദിനരാത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടുക്കളയിൽ നീ എടുക്കുന്ന ഭക്ഷണത്തിന്, ഫ്രിഡ്ജ് തുറന്ന് നീ എടുക്കുന്ന ഭക്ഷണത്തിന് യേശുവിന്റെ നാമത്തിൽ കണക്ക് വെക്കുന്ന ചിലർ ഇന്ന് പകലിൽ എന്നോട് കൂടെ ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ അതേ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നു, ശക്തമായി ഇടപെടുന്നു. കണക്ക് പറഞ്ഞ് സ്തോത്രം നിന്നെ സ്വന്തമാണെന്ന് കാണേണ്ടവർ പോലും, നീ സ്വന്തമാണ്, നീ ഭവനത്തിൽ വസിക്കുന്നവൾ, നീ കയറി വന്ന പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ നീ കയറി ചെന്ന ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് നിന്നെ സ്വന്തമാണെന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ചിലർ, ഭർത്തൃ വീട്ടിൽ സ്തോത്രം ഇങ്ങനെ അപമാനമേറ്റ ചിലർ, ഭാര്യ വീട്ടിൽ ഇങ്ങനെ അപമാനമേറ്റ ചിലർ ഇന്ന് പ്രഭാതകാലം എന്നെ കേൾക്കുന്നുണ്ടോ കേട്ടോ? നീ തൊടുന്നത് മുഴുവൻ സ്തോത്രം അതേ യാക്കോബെ കണക്ക് ബോധിപ്പിക്കണം. ലാബാന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കണം. സ്തോത്രം. എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ, നീ തൊടുന്നതിന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന് നീ കണക്ക് ബോധിപ്പിക്കണം. സകലത്തിനും നീ ഉത്തരവാദിയാണ്. നന്മ വന്നു കഴിഞ്ഞാൽ അത് നിന്നിൽ നിന്നാണ് വന്നതെന്ന് നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, നീ ഉപവസിക്കുന്നത് കൊണ്ടാണ്, നീ കരയുന്നത് കൊണ്ടാണ്, കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ടായിരുന്നു വന്നതെന്ന് അവർ പറയത്തില്ല കേട്ടോ. പക്ഷെ എന്തെങ്കിലും തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അചരമനകരാധന അർച്ചന വൈഡകൽ കൊരാധനെ ശമന രഗതലഘടകി യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാത സമയം ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായിട്ട് വ്യക്തികളെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, വചനം സംസാരിക്കുന്നു. എന്തെങ്കിലും ഒരു വിടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ
എന്തെങ്കിലും ഒരു നന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ പ്രാർത്ഥന കൊണ്ടാണ്, നീ കണ്ണുനീർ ഒഴുക്കുന്നത് കൊണ്ടാണ്, നീ ദൈവസന്നിധിയിൽ അവൻ വില കൊടുക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവൻ സമ്മതിക്കത്തില്ല, അവൻ അതിനെ അംഗീകരിക്കത്തില്ല. പക്ഷെ എന്തെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് നീ കയറിയ ഭവനത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, നീ കടന്നു ചെന്ന ഭവനത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു, അത് നീ കാരണമാണെന്ന് പറയത്തക്ക രീതിയിൽ. അതേ സ്തോത്രം, യാക്കോബ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ലാബാനോട് പറയുകയാണ്, അത് നീണ്ട 20 വർഷക്കാലം എൻ്റെ നല്ല കാലം മുഴുവൻ, എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ ചെയ്യാത്ത പല കുറ്റത്തിനും അവൻ കുറ്റമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതേ സ്തോത്രം, നിന്റെ തണലിന്റെ കീഴിൽ, നിന്റെ ഭവനത്തിന്റെ കീഴിലായിരുന്നത് കൊണ്ടല്ലേ ലാബാനെ സ്തോത്രം, നീ എന്നെ സ്തോത്രം ഉറക്കം പോലും അവൻ നൽകാതെ, വിശ്രമം നൽകാതെ, ഉറക്കം നൽകാതെ, സകലത്തിനും സ്തോത്രം എൻ്റെ മേൽ എന്നെ അവൻ വിരൽ ചൂണ്ടി പഴിചാരിയത് നിന്റെ തണലിന് കീഴിലായിരുന്നത് കൊണ്ടല്ലേ, നിന്റെ ഭവനത്തിന് കീഴിലായിരുന്നത് കൊണ്ടല്ലേ, നീ പറയുന്നതിന് കീഴിലായി. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതകാലം ഈ വചനം സംസാരിക്കുമ്പോൾ ഈ തിരുവചനം ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തെ വിവേചിക്കുക. നീ ചെന്ന് കയറിയ ഭവനമാണ്, നീ അധിവസിക്കേണ്ട ഭവനമാണ്, നിന്നെ സ്വന്തമായിട്ട് കാണണ്ട, അല്ലെങ്കിൽ നിനക്ക് സ്വന്തമായ ഭവനമാണ്. ആ ഭവനക്കാർ നീ എടുക്കുന്നതിനും തൊടുന്നതിനും സകലത്തിനും കണക്ക് ചോദിച്ച ദിനരാത്രങ്ങൾ, നീ ഭക്ഷിക്കുന്നതിന് കണക്ക്, നീ ഉടുക്കുന്നതിന് കണക്ക്, നീ യാത്ര ചെയ്യുമ്പോൾ അവൻ ചിലവഴിക്കുന്ന കാശിന് കണക്ക്, നീ 1 രൂപ എടുത്താൽ കണക്ക്, സകലത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന അനുഭവം. ഓ ജീസസ്, സ്തോത്രം. നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചാണ് ദൈവത്തിന്റെ ഹിതപ്രകാരം അവൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ആ കുടുംബത്തിലേക്ക് കയറി ചെന്നത്. അതേ പ്രിയ സഹോദരി, അതേ പ്രിയ സഹോദര, എന്നാൽ നീ ആ ഭവനത്തിൽ കയറി ചെന്ന് കഴിഞ്ഞതിന് ശേഷം അതേ ലാബാൻ പറയുകയാണ്, തൊടുന്നതിന് മുഴുവൻ നീ കണക്ക് ബോധിപ്പിക്കണം. എല്ലാം നിന്റെ സ്വന്തമല്ല കേട്ടോ, എല്ലാം നിനക്ക് അധ്വാനിക്കാം, നിനക്ക് ജോലി ചെയ്യാം. നീ ചെയ്ത അധ്വാനത്തിന്റെയും നീ ചെയ്ത ജോലിയുടെയും യാതൊരു സ്തോത്രം തെളിവുകളും അവിടെയില്ല കേട്ടോ, തെളിവുകളും അവിടെയില്ല. നീ പ്രാർത്ഥിച്ചതിന്റെ ഇല്ല, നീ കണ്ണുനീരൊഴുക്കിയതിന്റെ ഇല്ല, യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന് വേണ്ടി ഓടിയതിന്റെ ഇല്ല, അതേ ആ ഭർത്താവിന് വേണ്ടി ഓടിയതിന്റെ ഇല്ല, ആ ഭാര്യയ്ക്ക് വേണ്ടി ഓടിയതിന്റെ ഇല്ല, ഭാര്യ പിതാവിന് വേണ്ടി ഓടിയതിന് നീ ചെയ്തതൊന്നും തന്നെ സ്തോത്രം വെള്ളത്തിൽ വരച്ച വര പോലെ ഇന്ന് പ്രഭാതകാലമായി തിരുവചനം സംസാരിക്കുമ്പോൾ വ്യക്തിത്വങ്ങളെ വിവേചിച്ച് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം ദൂത് പറയുന്നു. അതേ യേശുവിന്റെ നാമത്തിൽ വെള്ളത്തിൽ വരച്ച വര പോലെ നീ അധ്വാനിച്ചതും, നീ നിന്നതും, നീ ഓടിയതും, നീ കണ്ണുനീരൊഴുക്കിയതും, നീ പ്രാർത്ഥിച്ചതും സകലതും അർത്ഥമില്ലാത്ത രീതിയിൽ വെള്ളത്തിൽ വരച്ച വര പോലെ ചിത്രീകരിച്ച ഒരു കൂട്ടത്തിന്റെ നടുവിലാ ഇന്ന് പ്രഭാതകാലം നീ ആയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ യാക്കോബ് പറയുകയാണ്, ഞാൻ എൻ്റെ 20 വർഷക്കാലം നിന്റെ സന്നിധിയിൽ സ്തോത്രം ചിലവഴിക്കാനിടയായിത്തീർന്നു. നിന്റെ 2 മക്കൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി സ്തോത്രം എൻ്റെ 20 വർഷം, എൻ്റെ നല്ല കാലം മുഴുവൻ. ഓ ജീസസ്, എൻ്റെ നല്ല കാലം മുഴുവൻ ലാബാനെ നിന്റെ കീഴിൽ ഞാൻ ആയിരുന്നു. എൻ്റെ നല്ല കാലം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഈ പ്രഭാതകാലം ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറയുന്ന ചിലരുണ്ട് കേട്ടോ, എൻ്റെ നല്ല കാലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ബ്രദറെ, സ്തോത്രം, എൻ്റെ നല്ല കാലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ആ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതുകൊണ്ട് എൻ്റെ നല്ല കാലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം, ദൈവഹിതമില്ലാത്ത ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചലിച്ചത് കൊണ്ട് എൻ്റെ നല്ല കാലം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ നല്ല സമയം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ എനിക്കൊന്നിനും കഴിയുന്നില്ല, നിസ്സഹായതയോടെ ഞാൻ ഇരിക്കുക. ഞാൻ എടുക്കുന്നതിന് മുഴുവൻ എല്ലാവരോടും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുവാൻ തക്കവണ്ണം എൻ്റെ കരത്തിലൊരു നീക്കിയിരിപ്പില്ലാത്ത അവസ്ഥ. ഓ അർച്ചന വൈഡകൽ കരജനെ ശമനഘടക ലതനഘടക രാജന, യേശുവിന്റെ നാമത്തിൽ വ്യക്തിത്വങ്ങളെ വിവേചിച്ച് ദൈവത്തിന്റെ വചനം ഇന്ന് പകലിൽ ദൂത് പറയുന്നു. അതെ, ഞാൻ എടുക്കുന്നതിന് മുഴുവൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഓ സ്തോത്രം, ഇഷ്ടമുള്ള ഒരു ആഹാരം വാങ്ങിച്ചു കഴിക്കണമെങ്കിൽ 4 പേരുടെ മുൻപിൽ കരം നീട്ടേണ്ടി വരുന്ന അവസ്ഥ. ഓ യേശുവിന്റെ നാമത്തിൽ ഇഷ്ടമുള്ള ഒരു വസ്ത്രം വാങ്ങിക്കണമെങ്കിൽ പലരോടും യാചിക്കേണ്ട ഒരു അവസ്ഥ. തൊടുന്നതിന് മുഴുവൻ കണക്ക് ബോധിപ്പിക്കണം. അവൻ ലാബാന്റെ ഭവനത്തിലായിരുന്നപ്പോൾ യാക്കോബിന്റെ അവസ്ഥ അതായിരുന്നു. അവൻ തൊടുന്നതിന് മുഴുവൻ കണക്ക് ബോധിപ്പിക്കണം. തൊടുന്നതിന് മുഴുവൻ നന്നേ പ്രഭാതകാലം മുതൽ രാത്രി
വൈകിയ വേള വരെ അധ്വാനിച്ചതിന് ശേഷവും എന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ യാക്കോബിന്റെ തോളിലാണ് കേട്ടോ. ആ ഭവനത്തിന്റെ അകത്തളത്തിലുള്ള ആ ചെറിയ തലമുറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീയൊന്നും ചെയ്തിട്ടില്ല. ആ ഭവനത്തിന്റെ അകത്തളത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിച്ചു കഴിഞ്ഞാൽ കുറ്റം നിന്റെ മേല, നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും. ഓ ജീസസ്, വ്യക്തിത്വങ്ങളെ വിവേചിച്ച് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ ദൂത് പറയുന്നു, നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ. നിന്റെ കരം ഇതിനില്ല, നീ സംസാരിച്ചിട്ടില്ല, നീ ഇടപെട്ടിട്ടില്ല, പക്ഷേ ചില ഉത്തരവാദിത്തങ്ങൾ നിനക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതേ സ്തോത്രം. ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തു വന്ന അതേ ലാബാന്റെ ഭവനത്തിൽ നിന്നും തന്റെ സ്തോത്രം കുടുംബവുമായിട്ട് ഓടി രക്ഷപ്പെട്ട യാക്കോബിനെ പിന്തുടർന്നുകൊണ്ട് ലാബാൻ ചലിക്കുകയാണ്. തിരുവചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം പിന്നത്തേതിൽ വായിക്കണം കേട്ടോ. നോക്ക്, ഇവനെ പിൻഗമിക്കുകയാണ്. ഒരു ദേശത്തിലായിരുന്ന അവന്റെ 20 വർഷക്കാലം അവൻ തിന്ന് നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് അവനെ സ്തോത്രം സ്വാതന്ത്ര്യത്തോടെ അനുഗ്രഹത്തോടെ മുൻപോട്ട് ചലിക്കാൻ അനുവദിക്കാതെ വണ്ണം അവനെ ലാബാൻ പിന്തുടരാനിടയിൽ. ആ വേദഭാഗം ഇന്നത്തേതിൽ ഞാൻ ദൂതുകൾ മാത്രം പറഞ്ഞു പോക്കി, നമുക്ക് സമയം അധികമില്ലാത്തത് കൊണ്ട്. നോക്ക്, അവനെ പിന്തുടരുകയാണ്. അവന്റെ നല്ല കാലം മുഴുവൻ കാർന്നു തിന്നിട്ട്, അവന്റെ നല്ല ആരോഗ്യം മുഴുവൻ കാർന്നു തിന്നിട്ട്, അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കണക്ക് വെച്ചിട്ട്, ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കണക്ക് പറഞ്ഞിട്ട് ശേഷിപ്പ് വലുതായിട്ടൊന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ ഇതാ ഒരുത്തൻ പിൻഗമിക്കുകയാണ്. ലാബാൻ പിൻഗമിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്തോത്രം. ഗിലെയാദാണ് നമ്മുടെ സംസാര വിഷയം. ഗിലെയാദിൽ വെച്ച്, കടുപ്പമുള്ള മണ്ണിൽ വെച്ച്, ഗിലെയാദിൽ വെച്ച് ലാബാനും യാക്കോബും കണ്ടുമുട്ടുകയാണ്. ഇവരെ സംസാരം തുടങ്ങുകയാണ്. സ്തോത്രം. എന്നാൽ തിരുവചനം വളരെ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകാനിടയായിത്തീരും. ലാബാൻ യാക്കോബിനെ കാണുന്നതിന് തൊട്ടു മുൻപ് എൻ്റെ ദൈവത്തിന്റെ ഒരു ഇടപെടിയിൽ ലാബാന്റെ ജീവിതത്തിൽ, രാമ്യനായ ലാബാന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായിട്ട് തിരുവചനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനിടയായിത്തീരും. അതേ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ സർവശക്തനായ ദൈവം ലാബാൻ യാക്കോബിനെ കാണുന്നതിന് തൊട്ടു മുൻപ് അവനോട് വ്യക്തിപരമായി ഇടപെട്ട് സംസാരിക്കുകയാണ്. നീ യാക്കോബിന് എതിരെ പ്രവർത്തിക്കരുത്, നീ യാക്കോബിന് എതിരെ സംസാരിക്കരുത്. സ്തോത്രം. നിനക്കെതിരെ പ്രവർത്തിക്കാൻ ഒരുവൻ തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ, മനസ്സിലാക്കിക്കേ, നിനക്കെതിരെ പ്രവർത്തിക്കാൻ ഒരുവൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ തന്നെ സ്തോത്രം, അവനെ അനുവദിക്കാതെ വണ്ണം തടുത്തു വെക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഇടമാണ് ഗിലെയാദ് എന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്നോട് കൂടെ ഉണ്ടോ? അതെ, യേശുവിന്റെ നാമത്തിൽ. ഗിലെയാദിന്റെ ഒന്നാമത്തെ പ്രത്യേകത കടുപ്പമുള്ള ദേശമാണ്. എന്നാൽ അവിടെ നിനക്കെതിരെ ചലിക്കുന്ന ചിലതിനെ തടുത്തു വെക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ് ഗിലെയാദ് എന്ന് പറയുന്നത്. അതേ സ്തോത്രം. യാക്കോബെ, നീ അറിഞ്ഞില്ല കേട്ടോ, നിന്റെ പിന്നാലെ നീ അറിയാതെ സ്തോത്രം നിന്നെ പിൻഗമിക്കുന്ന ഒരുവനുണ്ട്. ഒരുവൻ സ്തോത്രം. സ്തോത്രം. അവന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സ്തോത്രം വാശിയോടുകൂടെ നീ അറിയാതെ നിന്നെ പിൻഗമിച്ച ചിലതുണ്ട്. അതേ സ്തോത്രം. പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഒരു പദമുണ്ട് കേട്ടോ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റിക്കളയാൻ ഒരുവൻ എന്നോട് പെർമിഷൻ കൊണ്ടിരുന്നു. ദിനരാത്രങ്ങൾ എന്നോട് പെർമിഷൻ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അവൻ അനുവാദം കൊടുത്തില്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവൻ അനുവാദം കൊടുത്തില്ലെന്ന്. സ്തോത്രം. അവൻ സകലവിധ അവൻ നന്മകളും കൊണ്ടുകൊടുത്ത്, പണം കൊണ്ടുകൊടുത്ത് സ്തോത്രം, സ്വർണ്ണ സ്തോത്രം കട്ടികൾ കൊണ്ടുകൊടുത്തിട്ട് ബിലെയാമിനോട് പറയുകയാണ്, നീ പോയി ആ ജനത്തെ ഒന്ന് ശപിക്കണം കേട്ടോ. അവനെ നീ ഒന്ന് ശപിച്ചു കഴിഞ്ഞാൽ, നിന്റെ അതരം ചലിച്ച് ശാപവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മേൽ ഫലിക്കാനിടയായിത്തീരും. ഇവൻ സ്തോത്രം സകലവിധ ഈ രാജാവിന്റെ കരത്തിൽ നിന്ന് നന്മയും അവൻ വാങ്ങിച്ചുകൊണ്ട് സ്തോത്രം ബാലാക്കിന്റെ കരത്തിൽ നിന്ന് സകലവിധ നന്മയും അവൻ പ്രാപിച്ചുകൊണ്ട് ഇതാ ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അതിനുവേണ്ടി അവന്റെ അതരത്തെ ചലിപ്പിക്കുവാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ലെന്ന്. ഇന്ന് പകലിൽ എത്ര പേര് ആമേൻ പറയും? പിശാചിനെ സ്തോത്രം എന്റെ ദൈവം അനുവദിച്ചില്ല. മനുഷ്യനെ, ഒരു പ്രവാചകനെ എന്റെ ദൈവം അനുവദിച്ചില്ല. ഒരു അമ്മായിപ്പനെ എന്റെ ദൈവം അനുവദിച്ചില്ല. ഗിലെയാദിന്റെ പ്രത്യേകത, നിനക്ക് പിന്നെ ചലിക്കുന്ന ചിലതിനെ നിന്നെ തൊടുവാൻ
അനുവദിക്കാതെ വണ്ണം സ്തോത്രം നിനക്ക് പിൻപിൽ വരുന്ന പ്രതികൂലത്തിനും മധ്യയിൽ ഒരു അതിർ വയ്ക്കുന്ന സ്ഥലമാണ് ഗിലെയാദ്. യേശുവിന്റെ നാമത്തിൽ. അതേ രാഗ്യ സിസ്റ്ററെ, അതേ വിനീത സിസ്റ്ററെ, അതേ ബിനു ബ്രദറെ, ഈ പ്രഭാതകാലം ഇത് നമ്മുടെ ഗിലെയാദാണ്. എന്താ ബാഷാനുള്ളതിനേക്കാൾ പ്രത്യേകത ഗിലെയാദിനുള്ളത്? ബാഷാനിൽ സ്തോത്രം പൂർവ്വ പിതാക്കന്മാരെ അവൻ തന്റെ തണ്ടുകൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം തന്റെ കരം കൊണ്ട് മേയിച്ച് നടന്നതുപോലെ അവൻ ബാഷാനിൽ മേയ്ന്ന് നടന്നതുപോലെ ഗിലെയാദിലും മേയ്ന്ന് നടക്കണമെന്ന്, ഗിലെയാദിലും അവർ നന്മ അനുഭവിക്കണമെന്ന് മീഖാ പ്രവചനം ശക്തമായി പറയുന്നതിന്റെ കാര്യം എന്താ? ഒന്ന്, ഇവിടെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അനുഗമിക്കുന്ന ചിലതിനെ തടുത്തു വെക്കുന്ന, നിന്നെ ദോഷത്തിലേക്ക് തള്ളിയിടുവാൻ, നിന്നെ നാശത്തിലേക്ക് തള്ളിയിടുവാൻ, നിന്റെ ജീവന് അപായം വരുത്തുവാൻ തക്കവണ്ണം നിന്നെ അനുഗമിച്ചു നിന്നെ ഫോളോ ചെയ്യുന്ന ചിലതിനെ അനുവദിക്കാതെ വണ്ണം യേശുവിന്റെ നാമത്തിൽ നിനക്കും നിന്റെ പിൻപേ ചലിക്കുന്ന പ്രതികൂലത്തിന് മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലമാണ് ഗിലെയാദ്. ഈ പ്രഭാതകാലം സ്തോത്രം അങ്ങനെ ചിലര് ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുക, നിന്നെ നശിപ്പിച്ചു കളയുവാൻ, നിന്റെ തലമുറയെ നശിപ്പിച്ചു കളയുവാൻ സ്തോത്രം നിന്റെ പിന്നാലെ ചലിക്കുന്ന ചിലതിനെ അതിർവരം വിട്ട് അകറ്റി നിർത്തുന്ന ദൂതിനെ ശ്രദ്ധിച്ച് അതിർവരം വിട്ട് സ്വർഗം അകറ്റി നിർത്തുന്ന ഗിലെയാദിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലെ ഗിലെയാദിലാണ് ഈ പ്രഭാതകാലം നീ ആയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ. കടുപ്പമുള്ളതാണ് മണ്ണ്, മുൻപിൽ നിൽക്കുന്നത് മുഴുവൻ കടുപ്പമുള്ളതാണ്, ഒരു രീതിയിലും മാറ്റം വരാത്ത രീതിയിലുള്ളതാണ്. എന്നാൽ ഇന്ന് പ്രഭാതകാലം മനസ്സിലാക്കി, ഈ കടുപ്പമുള്ളതിന് മേലാണ് എന്റെ ദൈവം തന്റെ സാന്നിധ്യത്തെ യാക്കോബിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താനിടയായിത്തീരുന്നത്. യേശുവിന്റെ നാമത്തിൽ. അവൻ പറഞ്ഞു, കണ്ണിനുറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ, വെയിൽ കൊണ്ട് ശരീരം വാടിപ്പോയ ദിനരാത്രങ്ങൾ. യാക്കോബെ, ലാബാനെ, നിന്റെ ഭവനത്തിൽ 20 വർഷം എനിക്കുണ്ടായിരുന്നു. ആ സകല അനുഭവങ്ങൾക്കും ഒരു മാറ്റം വരുന്ന സ്ഥലമാണ് ഗിലെയാദ് എന്ന് പറയുന്നത്. ഉറക്കമില്ലാത്ത രാത്രികൾ മറക്കുന്ന സ്ഥലം ഗിലെയാദ്. വിശ്രമമില്ലാത്ത സമയങ്ങൾ ദിനരാത്രങ്ങൾ മറക്കുന്ന സ്ഥലം ഗിലെയാദ്. ഇന്ന് പ്രഭാതകാലം ഇത് നമ്മളുടെ ഗിലെയാദാണ്. ഇത് ഗിലെയാദാണ്. സ്തോത്രം. നീ വിശ്രമം അനുഭവിക്കുന്ന സ്ഥലം, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ സംരക്ഷണം നീ തിരിച്ചറിയുന്ന സ്ഥലം. യേശുവിന്റെ നാമത്തിൽ. ലാബാനെ, നീ അവനെ മുടിപ്പിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കി വന്നു. പക്ഷെ എന്റെ ദൈവം അതിനെ അനുവദിക്കാതെ വണ്ണം നിനക്കും യാക്കോബിന് മേലൊരു അതിർവരമ്പ് വെച്ചിട്ട് നിന്നെയും ആ അനർത്ഥത്തെയും, യാക്കോബെ നീ അറിയാതെ തന്നെ നിന്നെയും ആ അനർത്ഥത്തെയും അകറ്റി നിർത്തുന്ന സ്ഥലം ഗിലെയാദ്. ഇത് നിന്റെ ഗിലെയാദാണ്. മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിൽ. ഗിലെയാദിന്റെ രണ്ടാമത്തെ പ്രത്യേകത തിരുവചനം പറയുന്നു, ഇത് ഉടമ്പടിയുടെ സ്ഥലമാണ്. അതേ ലാബാൻ യാക്കോബിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവന്റെ സർവ്വ സന്നാഹങ്ങളെയും അവൻ പരിശോധിക്കുകയാണ്. തിരുവചനം ശ്രദ്ധിച്ചു വായിക്കുക. സ്തോത്രം തന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ നിന്നും ഗ്രഹബിംബങ്ങളെ ആരെങ്കിലും എടുത്തുകൊണ്ട് വന്നോ, ആരുടെയെങ്കിലും കരത്തിലുണ്ടോ എന്ന് ലാബാൻ ചെക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആരുടെ കരത്തിൽ നിന്നും അദ്ദേഹം അത് കണ്ടെത്തിയില്ല. അത് നമ്മുടെ പ്രിയ മാതാവ് സ്തോത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞില്ല. സ്തോത്രം. എന്നാൽ നോക്കാം, അദ്ദേഹത്തിന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ യാക്കോബും ലാബാനും തമ്മിൽ സംസാരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ സ്തോത്രം ഗിലെയാദിന്റെ മണ്ണിൽ അവർ ഒരു സമാധാന ഉടമ്പടി വെക്കുകയാണ്. ആ തിരുവചനം 31-32 അധ്യായം പിന്നത്തേതിൽ വായിക്കണം കേട്ടോ. സ്തോത്രം. നോക്ക, ഒരു കല്ല് ഇപ്പോൾ നാട്ടി വെക്കുകയാണ്. അതിന് ചുറ്റും ഒരുപാട് കല്ലുകൾ പറക്കി അവർ ശേഖരിക്കാൻ ഇടയായിത്തീർന്നു. കല്ലുകൾ പറക്കി ശേഖരിച്ചതിനു ശേഷം അതിന് മുകളിലിരുന്ന യാക്കോബും ലാബാനും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ ഒരു തീരുമാനമെടുക്കുകയാണ്, ഒരു ഉടമ്പടി എടുക്കുകയാണ്. ഈ സ്തോത്രം ഉയർത്തി വെച്ചിരിക്കുന്ന ഈ കല്ലുണ്ടല്ലോ, ഇതൊരു സാക്ഷ്യ കൂമ്പാരമായി മാറ്റപ്പെടും. പിന്നത്തേതിൽ അറിയപ്പെടും. എന്തിനുള്ള സാക്ഷ്യ കൂമ്പാരമാണെന്ന് അറിയാമോ? ഈ ഉയർത്തി വെച്ചിരിക്കുന്ന കല്ലിന്റെ അതിർവിട്ട ഈ ബൗണ്ടറി വിട്ട എന്റെ ഭവനത്തിൽ നിന്ന്, എന്റെ ദേശത്തിൽ നിന്ന് യാക്കോബേ, ഒരു വ്യക്തിയും നിന്റെ ഭവനത്തിലേക്കോ നിന്റെ ദേശത്തിലേക്കോ നിന്റെ അടുത്തേക്കോ പ്രതികാരം ചെയ്യുവാനായിട്ടോ യാതൊരു പ്രശ്നത്തിനുമായിട്ടോ കടന്നു വരത്തില്ല. നിന്റെ ദേശത്തിൽ നിന്ന് ആരും
ആരും യാക്കോബ് എൻ്റെ ദേശത്തിലും കടന്നു വരുവാൻ അവൻ ഇടയാകരുത്. അതേ സ്തോത്രം. അവൻ അങ്ങനെ ഒരു ഉടമ്പടിയുടെ ദേശമായിട്ട് ഈ ദേശം ഗിലെയാദ് ദേശം മാറുകയാണ്. ഗിലെയാദ് ദേശം മാറുക. യേശുവിന്റെ നാമത്തിൽ ജീവോ അമ്മ സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. ഉടമ്പടിയുടെ തീരുമാനത്തിന്റെ സ്ഥലം എപ്പോഴാണോ ദൈവസന്നിധിയിൽ യാക്കോബ് ലാബാനുമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് വേർതിരിയപ്പെട്ടത്, എപ്പോഴാണോ ആ തീരുമാനമെടുത്ത് ആ അതിർവരമ്പിൽ ഷെയ്ഖാൻഡ് കൊടുത്ത് ബൈബിൾ പറഞ്ഞ് അവർ പിരിഞ്ഞത്. 32 അധ്യായം ശ്രദ്ധിക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം തിരുവചനം പറയുന്നു, ലാബാനുമായിട്ട് കൈ കൊടുത്ത് യാക്കോബ് പിരിഞ്ഞതിന് ശേഷം അടുത്ത സെക്കൻഡിൽ മഹനിയാമിൽ യഹോവയുടെ ദൂതൻ യാക്കോബിന് മുമ്പിൽ വെളിപ്പെടാനിടയായി തീർന്നു. സ്തോത്രം. അവൻ യാക്കോബിന് മുമ്പിൽ ദൈവത്തിന്റെ ദൂതന്മാർ മഹനിയാമിൽ വെളിപ്പെടാനിടയായി. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതകാലം തിരുവചനത്തിൽ നിന്ന് ഒരു ദൂതും കൂടെ ആവർത്തിച്ച് പറയുക. യേശുവിന്റെ നാമത്തിൽ ഐശ്വര്യ സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. അവൻ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവം തന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കും. എപ്പോഴാണോ ഒരു തീരുമാനമെടുത്ത്, എപ്പോഴാണോ അവൻ ഗിലെയാദിൽ വെച്ച് ഒരു ഉടമ്പടി എടുത്ത് അവർ വേർപിരിഞ്ഞത്, ലാബാനും യാക്കോബും വേർപിരിഞ്ഞത്, ദൈവത്തിന്റെ വചനം പറയുന്നത് അടുത്ത സെക്കൻഡിൽ മഹനിയാമിൽ യഹോവയുടെ ദൂതൻ യാക്കോബിന് മുമ്പിൽ വെളിപ്പെടാനിടയായി തീർന്നു. അതേ സ്തോത്രം. ഗിലെയാദ് തീരുമാനങ്ങളുടെ ഉടമ്പടിയുടെ സ്ഥലമാണ്. ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമാണ് ഗിലെയാദ്. ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടുന്ന സ്ഥലമാണ് ഗിലെയാദ്. അതെ, ഗിലെയാദ് തിരുവചനം പറയുന്നു ഉടമ്പടിയുടെ സ്ഥലം. ചില തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ, അതേ 20 വർഷം നീ അനുഭവിക്കാത്ത ദൈവത്തിന്റെ ഇടപെടലുണ്ടല്ലോ, അതേ യാക്കോബെ, ഈ തീരുമാനത്തിന് മുൻപിൽ നിനക്ക് മുമ്പിൽ വെളിപ്പെടുക. ഇന്ന് പ്രഭാതകാലം ചില തീരുമാനങ്ങൾ എടുക്കാൻ ദൈവ സാന്നിധ്യമായി ദൈവവുമായിട്ട് ചില ഉടമ്പടി എടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? യേശുവിന്റെ നാമത്തിൽ ശ്യാം ബ്രദറെ, ഷൈന സിസ്റ്റർ, രാജ് ബ്രദറെ, ഇന്ന് പ്രഭാതകാലം ഒരു ഉടമ്പടി എടുക്കാൻ, സാന്നിധ്യമായിട്ട് ദൈവവുമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഈ പ്രഭാതകാലം മുതൽ കർത്താവേ, ഞാൻ ഉറപ്പും ധൈര്യവുമുള്ള ഒരു തീരുമാനമെടുക്കുക. ചലിക്കാത്തതും ഇളകാത്തതുമായ ഒരു തീരുമാനം എടുക്കുകയാ. അതെ, ഈ ഗിലെയാദിന്റെ അനുഭവത്തിൽ അവൻ വെള്ളിയാഴ്ചയുടെ പ്രഭാതകാലം, അതെ, എന്നെ ഈ ഓൺലൈൻ സർവീസിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഗിലെയാദ് വെളിപ്പെട്ട് നിൽക്കുക. ഈ ഗിലെയാദ് ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടിരിക്കുക. ഈ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് തീരുമാനമെടുക്കാമോ? ചില അവസരം ഇളകാത്തതും ചലിക്കാത്തതും മാറാത്തതുമായ ചില തീരുമാനം 20 വർഷക്കാലം നീ അധ്വാനിച്ചപ്പോൾ, നീ കണ്ണുനീരൊഴുക്കിയപ്പോൾ, നിനക്കുറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നപ്പോൾ, നിന്റെ ജീവിതത്തിൽ ലാബാന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടാത്ത ദൈവിക ഇടപെടിയിൽ ഈ ഗിലെയാദിൽ നീ തീരുമാനം എടുത്തു കഴിയുമ്പോൾ, അടുത്ത സ്റ്റെപ്പിൽ ആ ഗിലെയാദിൽ അങ്ങനെ ഒരു ഉടമ്പടി ചെയ്തിട്ട് തീരുമാനമെടുത്ത് അടുത്ത സ്റ്റെപ്പ് എടുത്ത് മഹനിയാമിൽ വെക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി സന്ദർശിച്ചതുപോലെ ഇന്ന് പകൽ ചിലരുടെ തീരുമാനം കേൾക്കുവാൻ വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുകയാണ്. നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ദൈവഹിതമില്ലാത്ത ബന്ധം വിടുവാൻ, ദൈവഹിതമില്ലാത്ത സ്വഭാവം ഉപേക്ഷിക്കാൻ, ദൈവഹിതമില്ലാത്ത ചിലതിനെ വിട്ടുകളയാൻ, ദൈവഹിതമില്ലാത്ത ചിലതിൽ നിന്ന് വിട്ടുപോരുവാൻ യേശുവിന്റെ നാമത്തിൽ ആമിശ്വതം ഇനി മുതൽ ഇത്ര സമയം പ്രാർത്ഥിക്കാൻ, ഇനി മുതൽ ഇങ്ങനെ ഉപവസിക്കുമെന്ന്, ഇനി മുതൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ വില കൊടുക്കുമെന്ന് തീരുമാനമെടുക്കാൻ നിന്റെ തീരുമാനത്തിന് മുമ്പിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നീണ്ട 20 ആ ഭാഗം ഒന്നും കൂടെ ആവർത്തിച്ചു. നീണ്ട 20 വർഷക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചില്ല. കണ്ണുനീരിന്റെ ദിനരാത്രങ്ങൾ അതേ യാക്കോബെ ഉണ്ടായിരുന്നു. അധ്വാനിച്ചിട്ട് വിശ്രമിക്കാൻ കഴിയാത്ത ദിനരാത്രങ്ങൾ നിനക്കുണ്ടായിരുന്നു. കരത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയത് ഒന്നും തന്നെ സ്വന്തമെന്ന് പറയാൻ കഴിയാത്ത, സകലത്തിനും കണക്ക് കൊടുക്കേണ്ട ദിനരാത്രങ്ങൾ. അമ്മായിയപ്പന്റെ വീട്ടിലാണ് ആയിരിക്കുന്നത്, ഭാര്യ ഭവനത്തിലാണ് ആയിരിക്കുന്നത്, പക്ഷേ ഒന്നും നിനക്ക് സ്വന്തമല്ല. തൊടുന്നതിന് മുഴുവൻ കണക്ക് കൊടുക്കേണ്ടി വന്നിരുന്ന 20 വർഷക്കാലം. അന്ന് സാന്നിധ്യമില്ലായിരുന്നു കേട്ടോ, അന്ന് ദൂതന്മാരുടെ ഇടപെടലില്ലായിരുന്നു കേട്ടോ, അന്ന് ദൈവം സംസാരിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷെ എപ്പോഴാണോ നീ ഉടമ്പടി എടുക്കാൻ തയ്യാറായത്, എപ്പോഴാണ് ഈ ഗിലെയാദിൽ വെച്ച് നീ ചിലതിനെ വിട്ടുപിരിയാൻ തയ്യാറായത്, ഇനി മുതൽ എനിക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗിലെയാദിന്റെ മണ്ണിൽ വെച്ച്, ആ ഗിലെയാദിന്റെ മണ്ണിൽ നാട്ടിയുണ്ടാക്കിയ കല്ലിന്റെ മുൻപിൽ വെച്ച്, അവിടെ കൂട്ടിവെച്ച കല്ലിന് മുമ്പിൽ വെച്ച്, സാക്ഷ്യ കൂമ്പാരത്തിന്റെ മുൻപിൽ വെച്ച്, അതേ ലാബാനുമായിട്ട് എപ്പോഴാണോ നീ ഒരു ഉടമ്പടി ചെയ്തത്,
വചനം പറയുക, ഇനി ഈ തീരുമാനത്തിന് മുമ്പിൽ എനിക്ക് ചലിക്കാതെ ഇരിക്കാൻ കഴിയുന്നില്ല. ഇത് നിന്റെ ഗിലെയാദാണ് കേട്ടോ, തീരുമാനങ്ങളുടെ ഗിലെയാദ്. യേശുവിന്റെ നാമത്തിൽ തീരുമാനങ്ങളുടെ ഗിലെയാദ്. ഇന്ന് പ്രഭാതകാലം ചിലരുടെ തീരുമാനത്തിന് മേൽ എൻ്റെ കർത്താവിന്റെ കരം അത്ഭുതകരമായി ചലിക്കുന്ന പകല. ഇത് തീരുമാനങ്ങളുടെ ഗിലെയാദ്, തീരുമാനങ്ങളുടെ ഗിലെയാദ്, ഉടമ്പടിയുടെ ഗിലെയാദ്. നീ എടുക്കുന്ന തീരുമാനത്തിന് മേൽ മഹനീയാമിൽ യഹോവയുടെ സാന്നിധ്യം, ദൈവത്തിന്റെ ദൂതന്മാർ വെളിപ്പെടുന്ന രീതിയിൽ നീ കാണത്തക്ക രീതിയിൽ, സ്തോത്രം. അബ്രഹാമേ, എപ്പോഴാണോ സ്തോത്രം നീ നിന്റെ സഹോദരനെ വിട്ടുപിരിയുന്നത്, അടുത്ത സെക്കൻഡിൽ ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയായിത്തീരും. അതേ ലോത്തെ, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. എപ്പോഴാണോ സ്തോത്രം നീ അവനെ കൈ കൊടുത്ത് പിരിയുവാൻ തക്കവണ്ണം അവരുമായിട്ടൊരു ബന്ധമിന് മുൻപോട്ട് ചലിപ്പിക്കുന്നത് എനിക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് സ്തോത്രം തടങ്ങൽ പാറയാണെന്ന് മനസ്സിലാക്കി ആത്മാവിൽ ചിലരെ വിവേചിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം ഇന്ന് പ്രഭാതകാലം ദൂത് പറയുക, യേശുവിന്റെ നാമത്തിൽ അവളുമായിട്ടുള്ള ബന്ധം, അവനുമായിട്ടുള്ള ബന്ധം, ആ മേഖലയുമായിട്ട് നമുക്കുള്ള ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിഘ്നമാണെന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമാണെന്ന്, പ്രതികൂലമാണെന്ന്, ദൈവവുമായിട്ടുള്ള സ്മൂത്ത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്, നിന്റെ ആരാധന ജീവിതത്തിന്, നിന്റെ ആത്മീയ ജീവിതത്തിന് ആ ബന്ധം, ആ ഇഷ്ടം, ആ താല്പര്യം, ആ സ്വഭാവം, ആ ബലഹീനത അത് തടസ്സമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വിട്ടുപോരുവാൻ ഈ പ്രഭാതകാലം ദൂത് പറയുവാൻ വചനത്തിൽ കൂടെ ഈ പ്രഭാതകാലം ദൂത് അതിനെ വിട്ടുപിരിയുവാൻ, അതിനെ വിട്ടുമാറാൻ തീരുമാനങ്ങളുടെ ഗിലെയാദ് ഇന്ന് പ്രഭാതകാലം വെളിപ്പെട്ട് നിൽക്കുകയാ. സ്തോത്രം. പണ്ടെടുത്ത പല തീരുമാനങ്ങളും ജീവിതത്തിന്റെ സ്തോത്രം മൂർച്ചയേറിയ അനുഭവത്തിൽ കടന്നുപോയപ്പോൾ പാളിപ്പോകാനിടയായി, പതറിപ്പോകാനിടയായി. പണ്ടെടുത്ത പല തീരുമാനങ്ങളും കാറ്റിൽ പറന്നു പോകാനിടയായി തീർന്നു. എന്നാൽ ഉറപ്പും ധൈര്യവും ഇളകാത്തതുമായ ഒരു തീരുമാനം ഇന്ന് പ്രഭാതകാലം ഈ ഗിലെയാദിന്റെ മറവിൽ നാം എടുക്കുന്ന പ്രഭാതകാലമാണ്. അതെ, ഈ ഗിലെയാദ് തീരുമാനത്തിന്റെ ഗിലെയാദ്. അതേ സ്തോത്രം, കെട്ടുറപ്പുള്ള തീരുമാനം എടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് അടുക്കുവാൻ തക്കവണ്ണം നിന്നെ അനുഗമിക്കുന്ന പലതിനെയും അകറ്റി നിർത്തുന്ന അതിർവരമ്പുകൾ സ്വർഗം ഇടുന്ന ഗിലെയാദിന്റെ സ്ഥലം. അതേ സ്തോത്രം. തിരുവചനം പറയുന്നു, മൂന്നാമത്തെ ഭാഗം, ഗിലെയാദിന്റെ പ്രത്യേകത ഇത് ഉടമ്പടിയുടെ ഗിലെയാദാണ്. ഉടമ്പടിയുടെ ഗിലെയാദ് യേശുവിന്റെ നാമത്തിൽ അതെ, ഇത് സ്തോത്രം ഉടമ്പടിയുടെ ഗിലെയാദ്. അടുത്ത തിരുവചനം പറയുകയാണ്, ഗിലെയാദിലെ രാമോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ഭാഗം ശ്രദ്ധിക്കുക. സ്തോത്രം. മീഖാപ്രവചനം 7:14-15 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അതാണ്. അതേ സ്തോത്രം. ബാഷാൻ ദേശത്തിൽ ഇസ്രായേൽ ജനത്തെ മേയിച്ച് നടന്നതുപോലെ, ഇസ്രായേലിനെ ചലിപ്പിച്ച് നടന്നതുപോലെ ഗിലെയാദിലും യഹോവയായ ദൈവം മേയിച്ചു നടക്കാനിടയായിത്തീരും. അവരെ മേയാൻ സ്തോത്രം, അല്ലെങ്കിൽ ആ ദേശത്തിലെ നന്മയെ അനുഭവിക്കാൻ അവരെ ചലിപ്പിക്കാനിടയായിത്തീരും. ബാഷാൻ ദേശത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് പ്രഭാതകാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗിലെയാദിനെ കുറിച്ചാണ്. അതേ സ്തോത്രം. ഗിലെയാദ് കടുപ്പമുള്ള മണ്ണാണെങ്കിലും ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം. കടുപ്പമുള്ള മണ്ണാണെങ്കിലും ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടുന്ന സ്ഥലം. കടുപ്പമുള്ള മണ്ണാണെങ്കിലും ഉടമ്പടി വെളിപ്പെടുന്ന സ്ഥലം. അതേ, കടുപ്പമുള്ള മണ്ണാണെങ്കിലും അതേ, നിന്റെ സകലവിധ ഇന്നലകളിൽ നീ അനുഭവിച്ച സകലവിധ വ്യഥകളും മറക്കുന്ന ഇടം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, 20 വർഷക്കാലം അമ്മായിയപ്പനോടും ഭാര്യയോടും പറയാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടന്നതായ സകല വ്യഥകളും ആ ഗിലെയാദിന്റെ മണ്ണിൽ വെച്ച് അമ്മായിപ്പനോട് പറഞ്ഞുടമ്പടി ചെയ്ത് ഭാരം സകലതും ഇറക്കി വെച്ച് യാക്കോബ് യാത്ര തിരിക്കുക. സ്തോത്രം. 20 വർഷം ചുമന്നുകൊണ്ട് നടന്ന ഭാരം പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, അങ്ങനെ തന്നെ വേണം പറയാൻ, സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ. അതേ ജീസസ് സിസ്റ്ററെ, അതേ രാജ് ബ്രദറെ, ദൈവ സന്നിധിയോട് അടുത്ത് നിൽക്കാൻ കഴിയാതെ, സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാൻ കഴിയാതെ 20 വർഷക്കാലം ചുമന്ന് നടന്ന ഭാരം, സ്തോത്രം, അതിറക്കി വെച്ചിട്ട് ജീസസ്. ഇന്ന് പ്രഭാതകാലം സ്തോത്രം, കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ചലിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. അതിറക്കി വെച്ച് സ്വസ്ഥതയോടുകൂടെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന
ഒരു സ്ഥലം ഗിലെയാദ്. ഗിലെയാദ് നിന്റെ ഭാരം ഇറക്കി വയ്ക്കാൻ ദൈവം അവസരം തരുന്ന സ്ഥലം ഗിലെയാദ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ ചുമന്നുകൊണ്ട് ഈ പ്രഭാതകാലം എന്നെ കേൾക്കുവാൻ അവൻ സ്തോത്രം, അവൻ ഈ ഓൺലൈൻ സർവീസിൽ കടന്നു വന്നപ്പോൾ വരെ നിങ്ങൾ ചുമന്നുകൊണ്ട് വന്ന അതുണ്ടല്ലോ, 20 വർഷമായി 40 വർഷമായി 30 വർഷമായി ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരം അതിറക്കി വെക്കുന്ന സ്ഥലമായി ഈ പ്രഭാതകാലം ഞാൻ അവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അതേ ഈ ഗിലെയാദ് ആ ഭാരം ഇറക്കി. ഇനി നീ അത് ചുമക്കണ്ട, ഇനി നീ അത് വഹിച്ചുകൊണ്ട് നടക്കണ്ട. ഇത് നിന്റെ ഭാരം ഇറക്കി വെക്കുന്ന സ്ഥലമാണ്. ദൈവ സന്നിധിയുടെ പ്രത്യേകത അതാണ്, ഭാരം ഇറക്കി വെക്കുന്ന സ്ഥലം. അതേ ശോഭ സിസ്റ്ററെ, അതേ അമസ്വത്ര ഗ്രീഷ്മ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ അജയ് ജിഷ, അതേ അമസ്വത്രം രാജ് ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ അതേ ആനി സിസ്റ്ററെ, നിന്റെ ഭാരം ഇറക്കി വെക്കുന്ന സ്ഥലം ഗിലെയാദ്. ഗിലെയാദ് ദൈവത്തിന്റെ വചനം പറയുന്നു, ഗിലെയാത്തിലെ രാമോത്ത് എന്ന് പറയുന്ന സ്ഥലം 6 സങ്കേത നഗരങ്ങളിൽ ഒരു സങ്കേത നഗരമായിട്ട് അധിവസിക്കുന്നു. എന്താ സങ്കേത നഗരം? തിരുവചനത്തിൽ നമുക്കറിയാം. പ്രമാണങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ഒരു വ്യക്തി അറിയാതെ തൻ്റെ സ്വന്തം പ്ലാനോ പദ്ധതിയോ തയ്യാറാക്കാതെ വണ്ണം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അറിയാതെ ഒരു കുലപാതകം ചെയ്തു കഴിഞ്ഞാൽ, അറിയാതെ പ്രമാണത്തിനെതിരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, പ്രമാണത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, തനിക്ക് ശിക്ഷാവിധിയിൽ നിന്ന്, മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഓടി സങ്കേത നഗരത്തിലേക്ക് കയറാം. അതാണ് സങ്കേത നഗരം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ സ്തോത്രം, ഇസ്രയേലിന്റെ മണ്ണിൽ അവരുടെ പട്ടണങ്ങളിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരം മാത്രമായിരിക്കും, ഓടിയെത്താൻ കഴിയുന്ന രീതിയിൽ 6 കിലോമീറ്റർ മാത്രം വിദൂരത്തിലായിരിക്കും സങ്കേത നഗരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഗിലെയാദിലും ഉണ്ടെന്നേ ഒരു സങ്കേത നഗരം. രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ടിരിക്കുന്ന നിയമക്കുരുക്കിൽ നിന്നും ഇസ്രായേൽ ജനത്തിന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഗിലെയാത്തിലെ രാമോത്ത് ഒരു സങ്കേത നഗരമായിട്ട് നിലനിൽക്കുകയാണ്. ഗിലെയാത്തിലെ രാമോത്ത് ഒരു സങ്കേത നഗരമായിട്ട്. സ്തോത്രം, നിനക്ക് ആശ്രയിക്കാൻ ഒരു വ്യക്തിയും ഇല്ലാത്ത സമയത്ത്, ആശ്രയം പറയുവാൻ ഒരു വ്യക്തിയും ഇല്ലാത്ത സമയത്ത്, നിനക്ക് ആശ്രയം പറയുവാൻ തക്കവണ്ണം തുറന്നു കിടക്കുന്ന ഒരു വാതിലായിട്ട് ഗിലെയാത്തിലെ ഒരു രാമോത്തുണ്ട് കേട്ടോ. ഈ പ്രഭാതകാലം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സങ്കേത നഗരം ഗിലെയാത്തിലുണ്ട് കേട്ടോ. ഗിലെയാത്തിലുണ്ട്. 12 ഗോത്രവും ഒരുമിച്ച് നിന്ന് പറയും, ഗിലെയാത്തിലുണ്ട് കേട്ടോ ഒരു സങ്കേത നഗരം. ആർക്കെങ്കിലും ജീവിതത്തിൽ അറിയാതെ ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ, പ്രമാണപ്രകാരം മരണശിക്ഷ അനുഭവിക്കാതെ വണ്ണം രക്ഷപ്പെടുവാൻ ഓടിയെടുക്കത്തക്കവണ്ണം തുറന്നു കിടക്കുന്ന ഒരു സങ്കേത നഗരം യേശുവിന്റെ നാമത്തിൽ അത് ഗിലെയാത്തിലുണ്ട് കേട്ടോ. ഗിലെയാത്തിലുണ്ട്. അതെ, അത് ഗിലെയാത്തിലുണ്ട്. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന്. പ്രമാണത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ മരണമാണ് പഴയ നിയമത്തിൽ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ സംഭവിക്കുന്നത്. ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. തിരുവചനം പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കരത്തിൽ പെട്ടുപോകുന്നത്. അത് ഭയാനകമാണ് കേട്ടോ, ഭയാനകമാണ്. ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടുവാൻ സ്വർഗം ഗിലെയാദിൽ ഒരു രാമോത്ത് ഒരുക്കിയെന്നേ, ഒരു സങ്കേത നഗരം ഒരുക്കിയെന്നേ. 6 മണിക്കൂറിന്റെ അകത്തളം കൊണ്ട് ഓടിയെത്താൻ രക്ഷപ്പെടുവാൻ കഴിയുന്ന, പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേഗത്തിൽ രക്ഷപ്പെടുവാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ അനുഭവത്തിൽ നിന്ന് ചില മണിക്കൂറുകൾ കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു സങ്കേത നഗരം ഇതാ ഗിലെയാദിൽ രാമോത്തിൽ ഒരുക്കപ്പെടുവാനിടയായത്. ഈ പ്രഭാതകാലം എന്നെ കേൾക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഈ ഗിലെയാദിൽ വേഗത്തിൽ മണിക്കൂറുകൾ കൊണ്ട് ചിലത് ഒരുക്കപ്പെടുവാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ രാഗി പ്രശാന്ത്, അതേ സ്തോത്രം, ഉദയ ദേവദാസന്റെ ബ്രദറെ, സ്തോത്രം, ശോഭാ സിസ്റ്ററെ, ജിഷ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതകാലം വിശ്വസിച്ചു ഗിലെയാദിൽ എനിക്ക് ഒരുക്കപ്പെടുന്ന ഒരു സങ്കേത നഗരമുണ്ട്. ഒരു സങ്കേത നഗരം ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ സകല മേഖലകളെയും നാണം കെടുത്തുന്ന രീതിയിൽ എനിക്ക് വേണ്ടി രക്ഷ വെളിപ്പെടുന്ന ഒരു സങ്കേത നഗരം ഗിലെയാദിലുണ്ട് കേട്ടോ. അതെ വിനു ബ്രദറെ, ഗിലെയാദിലുണ്ട്. അവിടെ സങ്കേത നഗരമുണ്ട്. വേഗത്തിൽ പറഞ്ഞവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക, നമ്മുടെ സമയം കടന്നുപോയല്ലോ. നോക്ക്, അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ഗിലെയാദിന്റെ അടുത്ത പ്രത്യേകത, ഇത് പരാജയം സംഭവിക്കാത്ത, അല്ലെങ്കിൽ പരാജയം അനുവദിക്കാത്ത, അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു മേഖലയാണ്. ശക്തന്മാരായ പ്രവാചകന്മാരും ന്യായാധിപന്മാരും പുറത്തു വന്ന ഒരു സ്ഥലമാണ്
ഗിലെയാദ് എന്ന് പറയും. നമുക്ക് ആ ന്യായാധിപന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാനിടയായിത്തീരും. യായീർ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ, ഇബ്താഹ് എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ, ന്യായാധിപൻ, അതായത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ കടന്നു വന്നത് ഗിലെയാദിൽ നിന്നുമാണ്. യായീർ 20 വർഷക്കാലം, നീണ്ട 20 വർഷക്കാലം സ്തോത്രം അവൻ ഇസ്രയേലിന് ന്യായപാലനായിട്ട് നിൽക്കാനിടയായിത്തീർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വലിയ ശക്തമായ രീതിയിലുള്ള പ്രവൃത്തികൾ ഒന്നും വെളിപ്പെട്ടില്ല. എന്നാൽ ഇബ്താഹ് അവൻ യായീറിന് ശേഷം അവൻ ഗിലെയാദിൽ നിന്ന് ഇസ്രയേലിനെ നയിക്കാനായിട്ട് ന്യായപാലകനായിട്ട് വരുവാനിടയായിത്തീർന്നു. അവൻ സ്വന്തം സഹോദരങ്ങൾ പോലും വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് ഭവനത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരുവനെ സ്തോത്രം ഒരു സമയം കഴിഞ്ഞപ്പോൾ, ഒരു സീസൺ കഴിഞ്ഞപ്പോൾ അവരെ മടക്കി വിളിക്കത്തക്കവണ്ണം, ആട്ടി ഓടിച്ചവർ തന്നെ തിരിച്ചു ചെന്ന് മടക്കി വിളിക്കത്തക്കവണ്ണം അഭിഷേകം കൊണ്ട് ഇബ്താഹിനെ ദൈവം നിറയ്ക്കാനിടയായി തീർന്നു. ഈ പ്രഭാതകാലം യേശുവിന്റെ നാമത്തിൽ ദൂത് മനസ്സിലായോ? ആട്ടി ഓടിച്ചവർ തന്നെ, അകറ്റി നിർത്തിയവർ തന്നെ, എനിക്ക് ബന്ധം വേണ്ട, ജീസസ്, ഞാൻ ഈ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല, സ്തോത്രം, എനിക്ക് കണക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ്, എനിക്ക് റിലേഷൻഷിപ്പ് തുടരാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചവർ പോലും സ്തോത്രം നിന്നെ മടക്കി വിളിക്കുന്ന നാള് വിദൂരമല്ലെന്ന് ഈ പ്രഭാതകാല വചനത്തിൽ കൂടെ ഞാൻ ദൂത് പറയും. ഇതിനെ റിസീവ് ചെയ്യാമോ? ഇതിന്റെ മേലെ ആമേൻ പറയാമോ? ഐ റിസീവ് ഇറ്റ് എന്ന് ആര് പറയും? ഈ ദൂത് എന്റെ മേലെ എക്സ്റ്റാബ്ലിഷ് ആകട്ടെ കർത്താവേ എന്ന് ആര് പറയും? അതേ സ്തോത്രം അടുത്ത് നിർത്താതെ അകറ്റി നിർത്തുന്ന ചിലര് സ്തോത്രം നിന്നെ ആട്ടി ഓടിച്ച ചിലര് നിന്നെ തേടി വരുന്ന, ഇബ്താഹിനെ തേടി വന്നതുപോലെ, വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് നീ ഞങ്ങളുടെ സമൂഹത്തിൽ ചേരത്തില്ലെന്ന് പറഞ്ഞ്, നീ ഞങ്ങളുടെ കുടുംബത്തിൽ ചേരത്തില്ലെന്ന് പറഞ്ഞ്, അപ്പന്റെ സ്വത്തും സുഖങ്ങളും അപ്പന്റെ ധനങ്ങളും ഒന്നും തന്നെ നിനക്ക് കൈമാറ്റുവാൻ, നീ അതിൽ പങ്ക് വഹിക്കണ്ട എന്ന് പറഞ്ഞ്, സ്തോത്രം, നീ യഹൂദനല്ലെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൻ പല രീതിയിൽ ഒരുമിച്ച് കൂടി പരിഹസിച്ച് കുടുംബത്തിൽ നിന്ന്, ദേശത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ആട്ടി ഓടിച്ചവർ, ജീസസ്, ആട്ടി ഓടിച്ചവർ നിന്നെ അന്വേഷിച്ചു വരുന്ന നാളുകൾ അതേ ഇബ്താഹെ ഒട്ടും വിദൂരമല്ല. അതേ സ്തോത്രം. ഒന്നാമത് യായീർ അവൻ കടന്നു വരുവാനിടയായി, ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചില്ല. 20 വർഷം ന്യായപാലനം ചെയ്യാനിടയായിരുന്നു. ശക്തമായതൊന്നും യായീറിൽ പുറത്തു വരുവാനിടയായിരുന്നു. രണ്ടാമത് ഇബ്താഹ് വന്ന ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ഇബ്താഹും ഒതുക്കപ്പെടുവാനിടയായിരുന്നു. ഒരു സീസൺ സ്തോത്രം യായീർ ന്യായപാലനം ചെയ്തെങ്കിലും ശക്തമായതൊന്നും പുറത്തു വന്നില്ല. ഇബ്താഹ് ശക്തമായി പുറത്തു വരുവാൻ ആഗ്രഹിച്ചെങ്കിലും ഒരു സീസൺ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഒതുക്കപ്പെട്ടു. അതേ സ്തോത്രം. ശക്തമായത് പുറത്തു വരുവാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ അതിനെ പരാജയപ്പെടുത്തി ഒരു ഭാഗത്തിൽ ഒതുക്കുന്ന ഒരു അനുഭവം സ്തോത്രം ഗിലെയാദിന്റെ മണ്ണിനുണ്ടായിരുന്നു. ഗിലെയാദിന്റെ മണ്ണിന് അതേ സ്തോത്രം. അത് ശക്തമായ രീതിയിൽ പ്രാർത്ഥിച്ച് പുറത്തു വരുവാൻ ആഗ്രഹിച്ചു, ശക്തമായ രീതിയിൽ ഉപവസിച്ച് പുറത്തു വരുവാൻ ആഗ്രഹിച്ചു, ശക്തമായ രീതിയിൽ സ്തോത്രം ക്യാരക്ടർ ബിൽഡ് ചെയ്ത് പുറത്തു വരുവാൻ ആഗ്രഹിച്ചു. എന്നാൽ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവനെ സകലത്തെയും ഒരു ഭാഗത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൊണ്ടിട്ട്, വാക്കുകൾ കൊണ്ടിട്ട് തളർത്തിക്കളഞ്ഞ് ഒതുക്കിക്കളയുന്ന ഒരു പ്രത്യേകത ഇതിന്റെ മേൽ ചലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗിലെയാദിന്റെ പ്രത്യേകത, ഒന്ന് പരിശ്രമിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് നിർത്തത്തില്ല കേട്ടോ. 2 പരിശ്രമിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് നിർത്തത്തില്ല കേട്ടോ. ദൈവത്തിന്റെ തിരുവചനം പറയുക, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യായീർ പരാജയപ്പെട്ട് കേട്ടോ, ഇബ്താഹ് ഒതുക്കപ്പെട്ട് കേട്ടോ. പക്ഷേ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം ഗിലെയാദിലെ തിഷ്ബിയായിൽ നിന്നും തിഷ്ബ്യനായ ഏലിയാവ് എന്ന് പറഞ്ഞ ഒരുവൻ പുറത്തു വരുവാനിടയായി. യായീറിൽ പരാജയപ്പെട്ടു, ഇബ്താഹിൽ ഒതുക്കപ്പെട്ടു. പക്ഷേ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഗിലെയാദിലെ തിഷ്ബിയിൽ നിന്ന് തിഷ്ബ്യനായ ഒരുവൻ പുറത്തു വരികയാണ്. സ്തോത്രം. രാജാക്കന്മാർക്ക് കീഴടങ്ങാത്ത, പ്രകൃതി ശക്തികൾക്ക് കീഴടങ്ങാത്ത, ബാലിന്റെ പ്രവാചകന്മാർക്ക് കീഴടങ്ങാത്ത, അരാമ്യ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത, പ്രകൃതി ശക്തിയെ ഒറ്റ വാക്കിനാൽ നിശ്ചലമാക്കുന്ന, സ്തോത്രം, ഒന്നിനു മുൻപിലും അടിയറവ് പറയാത്ത, സാന്നിധ്യത്തിന് മുമ്പിൽ എപ്പോഴും മറഞ്ഞിരിക്കുന്നവനായ ശക്തനായവൻ ഒന്ന് ഗിലെയാദിൽ നിന്ന് പുറത്തു വരാനിടയായി. ഇബ്താഹിനെ പരാജയപ്പെടുത്തി, അതേ സ്തോത്രം യായീറിനെ പരാജയപ്പെടുത്തി ഇബ്താഹിനെ ഒതുക്കിയപ്പോൾ സ്തോത്രം ഗിലെയാദ് തീർന്നെന്നാണ് നീ പറഞ്ഞത്. എന്നാൽ പരാജയം സമ്മതിക്കാത്ത ഗിലെയാദാണ് ഇത് കേട്ടോ. സ്തോത്രം യായീർ സ്തോത്രം പരാജയപ്പെടും, ഇബ്താഹ് ഒതുക്കപ്പെടും. എന്നാൽ ഒരു സ്തോത്രം കണ്ണിനും സ്തോത്രം
ഒരു മേഖലയ്ക്കും ഒരു പൈശാചിക ശക്തികൾക്കും ഒരു രാജ അധികാരങ്ങൾക്കും രാജകൊട്ടാരങ്ങൾക്കും സംഹിതകൾക്കും പരാജയപ്പെടുത്തുവാനും ഭയപ്പെടുത്തുവാനും കഴിയാത്തതൊന്നിനെ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട്, അഭിഷേകത്തിന്റെ നിറവിൽ യേശുവിന്റെ നാമത്തിൽ ഈ ഗിലെയാദിൽ നിന്ന് എന്റെ സ്വർഗം പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. വിശ്വസിച്ചോ, ഇത് നിന്റെ ഗിലെയാദാണ്, നിന്റെ ഗിലെയാദ്. ആദ്യ പ്രാവശ്യം പരാജയപ്പെട്ടു, രണ്ടാമത്തെ പ്രാവശ്യവും പരാജയപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറയുക, നോ, ഇനി പരാജയപ്പെടുവാൻ കഴിയാതെ വണ്ണമുള്ള അനോയിന്റിങ്ങിൽ നീ പുറത്തു വരുവാൻ വേണ്ടി പോകുക. ഈ ഗിലെയാദിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഈ ഗിലെയാദിന്റെ പ്രത്യേകത അതാ. ഒന്ന് പരാജയപ്പെട്ടാൽ നീ നിർത്തത്തില്ലെന്നേ. രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്ത് പരാജയപ്പെട്ടാലും നീ നിർത്തത്തില്ല. മൂന്നാമത്തെ പ്രാവശ്യവും നീ എഴുന്നേൽക്കാനിടയായി തീരും. അതാ മീഖാ പ്രവാചകൻ പറയുന്നത്, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും, വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും, വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും. അതേ സ്തോത്രം. ഞങ്ങളുടെ കണ്ണ് സ്തോത്രം സിയോനെ കണ്ട് രസിക്കുവാൻ തക്കവണ്ണം അവൾ മലിനമാകട്ടെ എന്ന് പറയുന്ന ഒരു ജാതികൾ, അതേ വീണു എങ്കിലും അതേ ഞാൻ എഴുന്നേൽക്കും. പറഞ്ഞാട്ടെ, ഞാൻ എഴുന്നേൽക്കും. ഐ വിൽ റൈസ്. ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. അതേ ഒന്നാമത്തെ പ്രാവശ്യം എനിക്ക് പരാജയം സംഭവിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം എന്നെ ഒതുക്കിക്കളഞ്ഞു, എന്നാൽ ഞാൻ എഴുന്നേൽക്കും. പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ വിശ്വസിച്ച് പറഞ്ഞാട്ടെ, ഐ വിൽ റൈസ്. ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. ഞാൻ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കും, ഞാൻ ദൈവശക്തിയിൽ എഴുന്നേൽക്കും, തിരുവചനത്തിന്റെ ബലത്തിൽ ഞാൻ എഴുന്നേൽക്കും, സാന്നിധ്യത്തിന്റെ മറവിൽ ഞാൻ എഴുന്നേൽക്കും. ആമേൻ പറഞ്ഞോ, എഴുന്നേൽക്കും, എഴുന്നേൽക്കും യേശുവിന്റെ നാമത്തിൽ. ഈ ഗിലെയാദിൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്ന ഫ്രൈഡേ ആയിട്ട്, ചിലർ ഈ ഗിലെയാദിൽ എഴുന്നേൽക്കുന്ന ഫ്രൈഡേ ആയിട്ട് നീ വീണ് നിന്നെ വീഴ്ത്തി കളഞ്ഞു എന്ന് പറഞ്ഞ് സ്തോത്രം നിനക്ക് മുൻപിൽ നിൽക്കുന്ന ജാതീയരുടെ കൂട്ടത്തിൽ, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. നിന്റെ സന്തോഷിക്കുന്ന മുഖമുണ്ടല്ലോ, എന്റെ വീഴ്ച കണ്ടിട്ട് ചിരിക്കുന്ന മുഖമുണ്ടല്ലോ, ആ മുഖഭാവം മാറത്തക്ക രീതിയിൽ ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. ഗിലെയാദിന്റെ പ്രത്യേകത, വീണ് കഴിഞ്ഞാലും തകർന്നു പോകാതെ, വീണ് കഴിഞ്ഞാലും താളടിയായി പോകാതെ, വീണ് കഴിഞ്ഞാലും നശിച്ചു പോകാതെ, സ്തോത്രം എഴുന്നേൽക്കത്തക്കവണ്ണം ഒരു ശേഷിപ്പ് നിന്നിലുണ്ടെങ്കിൽ നീ എഴുന്നേൽക്കുന്ന സ്ഥലമാണ് ഗിലെയാദ്, ഗിലെയാദ്, ഗിലെയാദ്. സ്തോത്രം. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട് കേട്ടോ. അതിന്റെ സ്തോത്രം അടിവേര് വരെ വെട്ടിക്കളഞ്ഞാലും വെള്ളത്തിന്റെ ഗന്ധം തട്ടിക്കഴിയുമ്പോൾ അതിൽ പച്ചിപ്പ് എവിടെ നിന്നെങ്കിലും മുളച്ചു വരുവാൻ ഇടയായിത്തീരും, അതിൽ പച്ചിപ്പ് മുളച്ചു വരാൻ ഇടയായിത്തീരും. നിന്റെ അടിസ്ഥാനവും അടിവേരും സകലതും വെട്ടിക്കളഞ്ഞിട്ട് നിനക്ക് അഡ്രസ് ഇല്ലാത്ത രീതിയിൽ ആ ദൂത് വചനത്തിൽ ആശ്രയിച്ചെന്ന് ഞാൻ പറയുക, ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു, നിന്റെ അഡ്രസ് വരെ ഇല്ലാതാക്കുന്ന രീതിയിൽ സ്തോത്രം നിന്നെ അടിവേരടക്കം നശിപ്പിച്ചു കളയുവാൻ പ്ലാനും പദ്ധതികളും തയ്യാറാക്കിയ ചിലതുണ്ട്, ചില ജാതീയ ശക്തികളുണ്ട്. വചനം പറയുക, നിന്റെ അടിവേര് വരെ മറിച്ചു കളയാൻ ശ്രമിച്ചാലും സ്തോത്ര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേൽ തൊടുമ്പോൾ, ഈ വചനം നിന്റെ മേൽ തൊടുമ്പോൾ, അതേ സ്തോത്രം ആ വെള്ളത്തിന്റെ ഗന്ധം നിന്റെ മേലൊന്ന് തട്ടിക്കഴിയുമ്പോൾ നീ തളിർക്കാനിടയായി തീരും. പറഞ്ഞാട്ടെ, നീ തളിർക്കാനിടയായി. ഞാൻ തളിർക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ തളിർക്കും. 30, 60, 100 മേനിയായിട്ട് ഞാൻ സ്തോത്രം ഫലപുഷ്ടമുള്ളതായി മാറുവാൻ ഇടയായി തീരും. ഗിലെയാദിന്റെ പ്രത്യേകത അത് പരാജയം സമ്മതിക്കാത്ത ഒരിടമാണ്. യേശുവിന്റെ നാമത്തിൽ പരാജയം സമ്മതിക്കാത്ത ഒരിടം. സമയം കടന്നുപോയി, വേഗത്തിൽ 2 ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നോക്ക്, അത് പരാജയം സമ്മതിക്കാത്ത സ്ഥലം ഗിലെയാദ്, പരാജയം സമ്മതിക്കാത്ത സ്ഥലം. അടുത്ത ഭാഗം തിരുവചനം പറയുന്നു, ഗിലെയാദ് ഔഷധ ഗുണങ്ങൾ നിറയപ്പെട്ട ഒരു സ്ഥലമാണ്. ഗിലെയാദ് ഔഷധ ഗുണങ്ങൾ നിറയപ്പെട്ട സ്ഥലം. യിരെമ്യാ പ്രവാചകൻ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി, യഹോവയായ ദൈവം ചോദിക്കുന്നു, നിന്നിൽ സ്തോത്രം ഇപ്പോൾ സൗഖ്യമാക്കത്തക്കവണ്ണ വൈദ്യന്മാരൊന്നുമില്ലേ ഗിലെയാദേ? സ്തോത്രം. നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും, ഗിലെയാദിലുള്ള സകലവിധ സസ്യങ്ങൾക്കും സസ്യങ്ങൾക്കും ഔഷധ ഗുണമുണ്ട്. പല ദേശത്തിലേക്ക്, പല ഭാഗത്തിലേക്ക് ഈ വൃക്ഷലതാദികളിൽ നിന്ന്, സസ്യങ്ങളിൽ നിന്ന് വേർതിരിയപ്പെടുന്ന സ്തോത്രം ഔഷധങ്ങൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. എണ്ണമറ്റ വൈദ്യന്മാരുള്ള ഒരു പ്രദേശം, ഏതു രോഗവും സൗഖ്യമാകുന്ന ഒരു സ്ഥലം. നിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും മുറിവിനെ ഉണക്കുന്ന ഒരു സ്ഥലമാണ്
ഗിലെയാദ് എന്ന് പറയുന്നത്. ഈ പ്രഭാതകാലം എന്തുകൊണ്ടാണ് ഗിലെയാദിലേക്ക് സ്തോത്രം നിന്റെ കോലുമായിട്ട് ഞങ്ങളെ മെയ്ക്കണമെന്ന്, ആ ആദിമകാലത്തെ പോലെ ബാഷാനിലും ഗിലെയാദിലും ഞങ്ങൾ മേഞ്ഞു നടക്കട്ടെ എന്ന് ഇസ്രയേൽ മീഖാ പ്രവാചകനിൽ കൂടെ യഹോവയോട് സംസാരിച്ചതിന്റെ കാരണം എന്തെന്നറിയാമോ? അവിടെ സൗഖ്യമുണ്ടെന്നേ. ഈ പ്രഭാതകാലം ഈ തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗിലെയാദിന്റെ അടുത്ത പ്രത്യേകത, ഇവിടെ സൗഖ്യം ചലിക്കും. ഏത് രോഗത്തിനും, ഏത് മാനസിക പ്രശ്നത്തിനും, ഏത് ശാരീരിക പ്രശ്നത്തിനും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം സ്വതന്ത്രം വ്യാപരിക്കുന്ന മരുന്നുള്ള ഔഷധമുള്ള ഒരു പ്രദേശം ഗിലെയാദ്. അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. ഞാൻ ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞു നിർത്തി നമ്മുടെ മുമ്പിൽ സമയം കടന്നു പോയത് കൊണ്ടാണ്. സ്തോത്രം. അടുത്ത ഭാഗം തിരുവചനം പറയുന്നു, കർത്താവായ ദൈവം തന്നെ, യഹോവയായ ദൈവം തന്നെ വെളിപ്പെട്ട് പറയുകയാണ്, ഗിലെയാദ് എനിക്കുള്ളത്. ഗിലെയാദ് എനിക്കുള്ളത്. സ്തോത്രം. എൻ്റെ കൂടെ കൊണ്ടോ? ഗിലെയാദ് എനിക്കുള്ളത്. സ്തോത്രം. ദൈവം എനിക്കുള്ളതെന്ന് പറഞ്ഞ ഒരു ദേശം. ഓ ജീസസ്, എന്നോട് കൂടെ ഉണ്ടോ? സ്തോത്രം. ദൈവം എനിക്കുള്ളത് എന്ന് പറഞ്ഞ ഒരു ദേശം. യേശുവിൻ്റെ നാമത്തിൽ എത്ര വലിയ മഹത്വകരമായ പ്രത്യേകതകൾ, സ്പെഷ്യാലിറ്റികൾ നിറയപ്പെട്ട് നിൽക്കുന്ന ഒരു ദേശം ഗിലെയാദ്. അവിടെ സാന്നിധ്യമുണ്ട് കേട്ടോ, അവിടെ തീരുമാനമുണ്ട് കേട്ടോ, അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണ വെളിപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ, അവിടെ സങ്കേത നഗരമുണ്ട് കേട്ടോ, അവിടെ വൈദ്യന്മാരുണ്ട് കേട്ടോ, അവിടെ സൗഖ്യമുണ്ട് കേട്ടോ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് കേട്ടോ. എന്തിനധികം ആ ദേശത്തെക്കുറിച്ച് യഹോവയായ ദൈവം പറയുന്നു, ഗിലെയാദ് എനിക്കുള്ളത്, ഗിലെയാദ് എനിക്കുള്ളത്. ദൈവം എൻ്റേതെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന സ്ഥലം ഗിലെയാദ്. ഈ പ്രഭാതകാലം എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റേതെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ഒരു വ്യക്തികളുമില്ലെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റേതാണെന്ന് പറഞ്ഞ് അവകാശം പറയുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറട്ടെ. കർത്താവേ, ഈ പ്രഭാതകാലം അങ്ങനെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന് മേൽ ഈ വിശ്വതനം ദൂത് എക്സ്റ്റാബ്ലിഷ് ആകട്ടെ. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഞാൻ കർത്താവിനുള്ളവരെന്ന് ഒന്ന് പറയാമോ? ഒന്ന് ആമൻ പറയാമോ? ഒന്ന് പറയാമോ? ആത്മാവിൽ പറയാമോ? അതോ ബിനു ബ്രദറെ, അതേ മഞ്ജു സിസ്റ്ററെ, അതേ ജിഷ സിസ്റ്ററെ, ആത്മാവിൽ ഉദയ ബ്രദറെ, ഒന്ന് പറയാമോ? ഞാൻ കർത്താവിനുള്ളത്, ഗിലെയാദ് എനിക്കുള്ളത്. കർത്താവ് പറയുക ഗിലെയാദ് എനിക്കുള്ളത്, യഹോവ പറയുക ഗിലെയാദ് എനിക്കുള്ളത്. അതേ രാഖി സിസ്റ്ററെ, അതേ വിനീത സിസ്റ്ററെ പറഞ്ഞാട്ടെ, ഞാൻ കർത്താവിനുള്ളത്, ഞാൻ കർത്താവിനുള്ളത്. ഗിലെയാദ് അവനുള്ളതെങ്കിൽ ഞാൻ കർത്താവിനുള്ളത്, ഞാൻ കർത്താവിനുള്ളത്. അതെ, ഞാൻ കർത്താവിനുള്ളത്. ഞാൻ കർത്താവിനുള്ളതെങ്കിൽ എനിക്കുള്ളത് സകലതും കർത്താവിനുള്ളത്. ഞാൻ കർത്താവിനുള്ളതെങ്കിൽ ഞാൻ നേരിടുന്ന പ്രശ്നം ഞാൻ നേരിടുമ്പോൾ തന്നെ കർത്താവ് നേരിടുന്നുണ്ട്. ഞാൻ കർത്താവിനുള്ളതെങ്കിൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നേരെ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ കർത്താവിന് നേരെയാണ് നിൽക്കുന്നത്. ഞാൻ കർത്താവിനുള്ളതെങ്കിൽ എനിക്ക് നേരെ നിൽക്കുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എനിക്കെതിരെ നിൽക്കുന്ന പൈശാചിക മേഖലകളൊക്കെ കർത്താവിന് നേരെയാണ് നിൽക്കുന്നത്. സ്തോത്രം. നിന്നെ തൊടുന്നവൻ നിന്നെ അല്ല, ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നെന്ന് വചനം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ യു ആർ ബിലോങ്സ് ടു ക്രൈസ്റ്റ്. നീ കർത്താവിനുള്ളതാണ്. നീ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഐ ബിലോങ്സ് ടു ക്രൈസ്റ്റ്. ഞാൻ കർത്താവിനുള്ളതാണ്, ഞാൻ കർത്താവ്. അതെ, നിങ്ങൾ കർത്താവ്. അതേ സ്തോത്രം. ജോൺസൺ ബ്രദറെ, അതേ ആനി സിസ്റ്ററെ, അതേ രാഘ സിസ്റ്ററെ, ഗ്രീഷ്മ സിസ്റ്ററെ, അത് ശോഭ സിസ്റ്ററെ, അതേ ജിഷ, യേശുവിന്റെ നാമത്തിൽ ഉദയ സിസ്റ്ററെ, ബ്രദറെ, നിങ്ങൾ കർത്താവിനുള്ളവരാണ്, നിങ്ങൾ കർത്താവിനുള്ളവരാണ്. നിന്നെ തൊടുന്നവനോ നിന്നെയല്ല, ദൈവത്തിന്റെ കൺമണിയെ തന്നെ തൊടുന്നു. എൻ്റെ ശരീരത്തിൽ വേറെ ഏത് ഭാഗത്ത് തൊട്ടാലും എനിക്ക് സഹിക്കാം. പക്ഷെ എൻ്റെ കൺമണികൾ തൊട്ട് കഴിഞ്ഞാൽ, കൃഷ്ണമണികൾ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ വിരൽ പോലും തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ദാറ്റ് മച്ച് കെയർ. ഓ ജീസസ്, അത്രമാത്രം കെയർ, അത്രമാത്രം സംരക്ഷണ ഞാൻ അതിന് നൽകുന്നുവെങ്കിൽ എൻ്റെ ദൈവം എത്രമാത്രം സംരക്ഷണ അവന് വിലപ്പെട്ട, അല്ലെങ്കിൽ അവന് സ്വന്തമായ, അവകാശമായ നമുക്ക് നൽകുവാനിടയായിത്തീരും. ഇന്ന് പ്രഭാതകാലം വിശ്വസിച്ചോ, വി ആർ ബിലോങ്സ് ടു ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിന് ഉള്ളവരാണ്, നമ്മൾ കർത്താവിനുള്ളവരാണ്. വിശ്വസിച്ചു ഷേലി സിസ്റ്ററെ, ഈ പ്രഭാതകാലം പറഞ്ഞോ കർത്താവിനോട്, ഞാൻ അങ്ങേക്കുള്ളതാകുന്നു.
എനിക്ക് മുമ്പിൽ ഇനി എത്ര തന്നെ പ്രശ്നങ്ങൾ, എനിക്ക് മുമ്പിൽ എത്ര തന്നെ ഭാഷാങ്കൂറ്റങ്ങൾ ഉയർന്നു നിന്നാലും, എനിക്ക് മുമ്പിൽ എത്ര തന്നെ ഭാഷാൻ രാജാവായ ഓഗ് അവൻ ഉയർന്നു നിന്നെന്ന് പറഞ്ഞാൽ, എത്ര തന്നെ അരാമ്യ സൈന്യം ഉയർന്നു നിന്നെന്ന് പറഞ്ഞാലും, സ്തോത്രം, എത്ര തന്നെ അമാലിക്ക് മല്ലന്മാർ ഉയർന്നു നിന്നെന്ന് പറഞ്ഞാലും, ഒന്നെനിക്കറിയാം, ഐ ബിലോങ്സ് ടു ക്രൈസ്റ്റ്. ഞാൻ ബിലോങ്സ് ടു ക്രൈസ്റ്റ്. ഞാൻ കർത്താവിനുള്ളവനെങ്കിൽ യുദ്ധം എനിക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം എനിക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണിനെ ഒന്ന് തുറക്കണം. നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നീ കാണുന്ന മഹനിയാമിന് തൊട്ടു മുമ്പുള്ള ഗിലെയാദാണ് ഈ വെള്ളിയാഴ്ചയിൽ നീ ആയിരിക്കുന്നത്. അതെ, ദൂതന്മാർ വെളിപ്പെട്ട് നിൽക്കുന്ന മഹനിയാം നീ കാണുന്നതിന് തൊട്ടു മുൻപുള്ള ഗിലെയാദ്. ഈ ഗിലെയാദ് കടന്നു കഴിഞ്ഞാൽ നിനക്ക് മഹനിയാം കാണാം. മഹനിയാമിൽ പോയി കഴിഞ്ഞാൽ സാന്നിധ്യം നീ കാണും. അതേ സ്തോത്രം, ലാബാനുമായിട്ട് കൈകൊടുത്ത് പിരിഞ്ഞ് ഈ ഗിലെയാദിൽ നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ വെളിപ്പെടുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ ഇടപെടിയിലാണ്. ഈ പ്രഭാതകാലം കർത്താവിന്റെ സന്നിധിയോടൊന്ന് ചേർന്ന് നിൽക്കുക. കർത്താവിനോട് പറ, ഞാൻ ഒന്നറിയുന്നു കർത്താവ്, എനിക്കുള്ളത് സകലതും അങ്ങേക്കുള്ളതാണ്. ഞാൻ അങ്ങേക്കുള്ളതെങ്കിൽ എനിക്കുള്ളത് സകലതും അങ്ങേക്കുള്ളതാണ്. ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. കർത്താവേ, ഇന്ന് പ്രഭാതകാലം ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഈ ഓൺലൈൻ സർവീസിൽ എന്നെ കേട്ട ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളുണ്ട്. ഈ വചനം കേൾക്കാൻ വളരെ ആവലോടെ, ആഗ്രഹത്തോടെ, വിശപ്പോടെ പ്രഭാതകാലം ഈ ദൂതുകൾക്ക് ചെവി കൊടുത്തവർ, കർത്താവേ, ഇന്ന് പ്രഭാതകാലം ഞങ്ങളോട് അറിയിച്ച ദൂതുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്ന്, ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ കർത്താവിനുള്ളവർ. അതേ അമിഷ്ടതരം ഗിലെയാദ് എനിക്കുള്ളത് എന്ന് യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ കർത്താവിനുള്ളവരാണ്. ഗിലെയാദ് അങ്ങയ്ക്കുള്ളത് വിശ്വസിക്കുന്നു. ആ ഗിലെയാദിൽ ആദിമ കാലഘട്ടത്തിൽ പൂർവ്വപിതാക്കന്മാരെ അങ്ങയുടെ കോൽ കൊണ്ട് മേയിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെയും അങ്ങയുടെ നിയന്ത്രണത്തിൽ അങ്ങ് നടത്തുന്നതിനായി നന്ദി പറയുകയാണ്. ഈ വചനം കേൾക്കാൻ എന്നോടൊപ്പം കടന്നു വന്ന എല്ലാ സഹോദരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആത്മീയ, ശാരീരിക, ഭൗതിക നന്മകളാൽ സ്വർഗമേ അവരെ നിറച്ച് വഴി നടത്തുന്നതിനായി സ്വതം ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു, ഒന്നും കൂടെ അടിയുറച്ച് വിശ്വസിക്കുന്നു. വി ആർ ബിലോങ്സ് ടു ക്രൈസ്റ്റ്. ഞങ്ങൾ കർത്താവിന് ഉള്ളവരാണ്. വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അഭിഷേകത്തെ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഹിതം വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതകാലം ഈ വചന സന്ദേശം വളരെ അനുഗ്രഹമായെന്ന് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ബ്ലസ്ഡ് ആയെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുക. നമ്മുടെ ഈ പ്രഭാതകാലത്തെ സന്ദേശത്തെക്കുറിച്ച്, വചനധ്യാനത്തെക്കുറിച്ച്, പ്രഭാതകാല വചന സന്ദേശം കേട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഓൺലൈൻ സർവീസിനെ കുറിച്ച് അറിയിക്കുക. മൺഡേ ടു സാറ്റർഡേ എവറി ഡേ 7 o'clock. മറ്റനർത്ഥങ്ങളൊന്നുമില്ലെങ്കിൽ, മറ്റു വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾ കടന്നു വരാനിടയായി തീരും. ഫ്രീ ആയിട്ടുള്ളവർ കടന്നു വരിക, വചനം കേൾക്കുക, ഷെയർ ചെയ്യുക. മാക്സിമം നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വചനം കേൾക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ ആഗ്രഹമുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പേയ്മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം. കമൻറ്റ് ബോക്സിലുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 9539483330 95 39 94 83 കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ബലത്തോടെ നടത്തട്ടെ. അറിയുക, ചിലർ അതിർവരമ്പുകൾ സ്വർഗം വരയ്ക്കും. അതെ, നീ മഹനീയം കാണും. എല്ലാത്തിനും ആധാരമായിട്ട് ഈ ഗിലെയാദിൽ ഉറപ്പും ഇളകാത്തതും ചലിക്കാത്തതുമായ അടിസ്ഥാനമുള്ളൊരു തീരുമാനമെടുക്കാൻ തയ്യാറാകുക. ഞാൻ ചിലതിനെ വിടും, ഞാൻ ചിലതിനെ വിട്ടോടും, ഞാൻ ചിലതിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും. സാന്നിധ്യത്തോടെ എന്നെ അകറ്റുന്ന ചിലതിനെ ചേർത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രഭാതകാലം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അടുത്ത സ്റ്റെപ്പ് നീ വെക്കുമ്പോൾ നിനക്ക് മുമ്പിൽ മഹനീയം വെളിപ്പെടും. മഹനീയം വെളിപ്പെടുന്നത് വെറുതെയല്ല, അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരാനിടയായി. നിന്റെ വിഷയത്തിന് മേൽ തൊടാതെ വണ്ണം അവർ പോകുകയില്ല. നിന്റെ വിഷയത്തെ അവർ തൊടും. നിനക്ക് അഭിഷേകത്തിന് മേൽ പരിഹാരത്തെ നൽകുവാനിടയായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ പ്രഭാതകാലം നമ്മൾ വീണ്ടും കാണും. അല്ല, കർത്താവിൻ്റെ വരവ് സംഭവിക്കുകയാണെങ്കിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ കണ്ട് മഹത്വപ്പെടുത്താം. അതുവരെ തങ്കച്ചിറകിന് മേൽ കർത്താവ് നമ്മളെ മറയ്ക്കട്ടെ. ഷാലോം, സമാധാനത്തോടെ ആയിരിക്കുക. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരും.